Okay, we can start the session. Okay. So, നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. CUET PGയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു ഹു ആർ വാച്ചിങ് ദിസ് സെഷൻ. സോ PGQP01 എന്ന് പറയുന്ന നമ്മുടെ കോഡില് നമ്മുടെ ഇംഗ്ലീഷ് പേപ്പറിൽ വരുന്ന 24 ജൂൺ 2023 ഷിഫ്റ്റ് 3-ലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് അത് അനലൈസ് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തുന്നതിലുപരിയായിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന CUET എക്സാംസിന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. കഴിഞ്ഞ വർഷം ഇന്നത് വന്നു എന്ന് കരുതിയിട്ട് അതിലുള്ള ലൈക്ക് ക്വസ്റ്റ്യൻസ് മാത്രം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും മാത്രം പഠിച്ചിട്ട് കാര്യമല്ല. ആ ക്വസ്റ്റ്യൻ ടൈപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഏത് ഏരിയയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഫീൽഡിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഏരിയ ഒന്ന് കവർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ നമുക്ക് സമയം കളയാണ്ട് നമ്മുടെ PYQ ഡിസ്കഷനിലേക്ക് പോവാം. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 24 ജൂൺ 2023 ഷിഫ്റ്റ് 3-ലുള്ള പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ CUET PGയുടെ ഒരു ഫസ്റ്റ് സെഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സിലബസ് ഡിസ്കഷൻ ആദ്യം നടത്തിയിരുന്നു. അതായത് സിലബസിനെ കുറിച്ച് ഒന്ന് സിലബസ് എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുമായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിലില്ലാത്ത ആൾക്കാരും ഇപ്പൊ ഇത് കാണുന്നുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ്, പിന്നീട് നമ്മൾ PYQ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള അല്ലെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് തന്നെ നിങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സിലബസും അതും കൂടെ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ആണ്. അതായത് ഇന്ത്യയിലും ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലും ഒക്കെയുള്ള ലിറ്ററേച്ചറിന്റെ ആ ഒരു ഒറിജിനും പിന്നീടുള്ള എവല്യൂഷനും ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഡീൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഓർക്കേണ്ടത് മേജർ ഓതേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ലിറ്റററി മൂവ്മെന്റ്സ് ഉണ്ട്. ദെൻ സെക്കൻഡ് ഒരു മെയിൻ ടോപ്പിക് ആയിട്ട് വരുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആണ്. അവിടെ മേജർ ഓതേഴ്സ്, ടെക്സ്റ്റ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഉണ്ട്, പിന്നെ ഹിസ്റ്ററി. ഇന്ത്യയിൽ എങ്ങനെ ലൈക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നു, അതേ തുടർന്ന് പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ദെൻ ലിറ്റററി ടേംസ് ആയിട്ട് ഒരുപാട് അലിഗറി, ബലാഡ്, ബ്ലാങ്ക് വേഴ്സ്, കോമഡി പോലുള്ള കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള അല്ലാണ്ട് ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള അതർ ടേംസും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സറ്റയർ, സോളോക്കി, സോണറ്റ്, ട്രാജഡി, വിറ്റ് എന്നിങ്ങനെയൊക്കെ. ദെൻ ലിറ്റററി ജോണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ലൈഫ് റൈറ്റിംഗ്, അങ്ങനെ. ദെൻ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, അതായത് താരതമ്യ പഠനം. അപ്പൊ അതിൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്, തിയറീസ് മനസ്സിലാക്കേണ്ടതുണ്ട്, ടെക്സ്റ്റ് ഏതൊക്കെയാണെന്ന്, പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിപ്പോ ഇന്ത്യൻ ലിറ്ററേച്ചർ ആണെങ്കിലും വേൾഡ് ലിറ്ററേച്ചറിലാണെങ്കിലും പ്രധാനപ്പെട്ട പോപ്പുലർ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ബുക്സ് ഒന്ന് ഫോക്കസ് ചെയ്യാം. ദെൻ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി, അതിൽ ക്ലാസിക്കൽ, മോഡേൺ ക്രിറ്റിസിസം വരുന്നുണ്ട്, മാർക്സിസം, സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറലിസം, ഫെമിനിസം, ഇക്കോ ക്രിറ്റിസിസം, പോസ്റ്റ് കൊളോണിയലിസം എന്നിങ്ങനെയുള്ള ഒട്ടനവധി ടോപ്പിക്സ് വരുന്നുണ്ട്. അടുത്ത ഏഴാമത്തെ ഒരു മെയിൻ ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അവയർനെസ് ഓഫ് കറന്റ് ലിറ്റററി ട്രെൻഡ്സ്, ഇവന്റ്സ്, അവാർഡ്സ് എക്സെട്ര എന്നിങ്ങനെയൊക്കെയാണ്. അപ്പോ അടുത്തിടെ ഏതെങ്കിലും ലിറ്റററി ട്രെൻഡ് നടന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, ഇവന്റ്സ് നടന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അവാർഡ്സ് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് അടുത്തിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് PYQ ഡിസ്കഷനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഹാസ് നോട്ട് ബീൻ റിട്ടൺ ബൈ വെർജീനിയ വൂൾഫ് എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഹാസ് നോട്ട് ബീൻ റിട്ടൺ ബൈ വെർജീനിയ വൂൾഫ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക.
അപ്പോൾ നമ്മൾ സ്പീഡ് റീഡിങ് അല്ലെങ്കിൽ ക്വിക്ക് റീഡിംഗ് ഒക്കെ നടത്തുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ ഏത് ബുക്കാണ് വെർജീനിയ വുൾഫ് എഴുതിയിട്ടുള്ളതെന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ തെറ്റി വായിക്കാം. പക്ഷെ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക എല്ലാവരും. സോ ഏത് ബുക്കാണ് അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് പുസ്തകമാണ് വെർജീനിയ വുൾഫ് എഴുതാത്തത് അല്ലെങ്കിൽ അവരുടെ റൈറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഓതർ ആയിട്ട് അല്ലാത്തതുള്ളത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ദ വോയേജ് ഔട്ട്, ടു ദ ലൈറ്റ് ഹൗസ്, ദ വേവ്സ്, എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്നുള്ളതാണ്. ഇത് വെർജീനിയ വുൾഫ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമല്ല, പക്ഷെ ഇത് എഴുതിയിരിക്കുന്നത് ജെയിംസ് ജോയ്സ് ആണ്. ഇനി ഈ ജെയിംസ് ജോയ്സും വെർജീനിയ വുൾഫും എന്നിങ്ങനെയുള്ള ഓതേഴ്സിനെ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, വെർജീനിയ വുൾഫ് അല്ല എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് എഴുതിയത് നമ്മൾ പഠിച്ചു. പകരം ആരാണ് എഴുതിയത്? ജെയിംസ് ജോയ്സ് ആണ് എഴുതിയതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഉള്ള ഇൻഫർമേഷൻ നമുക്കിവിടെ കിട്ടുകയാണ്. അപ്പൊ എത്ര ക്വസ്റ്റ്യന് നമ്മൾ ഈ ഒരു എത്ര ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചു ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മുന്നിലുള്ളതുകൊണ്ട്. ദ വോയേജ് ഔട്ട്, ടു ദ ലൈറ്റ് ഹൗസ്, ദ വേവ്സ്, ഇതൊന്നും ഇതെല്ലാം വെർജീനിയ വുൾഫ് എഴുതിയതാണെന്ന് ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലെ? സോ ഇങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും നിങ്ങൾ ആദ്യമേ നടത്തുക എന്നുള്ളതാണ്. സോ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എഴുതിയിട്ടുള്ളത് ജെയിംസ് ജോയ്സ് ആണ്. ഇനി ചെയ്യേണ്ടത് ഈ ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും ഈ ഓരോ ഓതേഴ്സ് ഏതൊക്കെ ഫീൽഡിൽ നിന്നുള്ളവരാണ്, ഏതൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്, അവർ ഏതൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ലിറ്ററേച്ചറിലേക്ക് നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യവും കൂടെ ഓർക്കുക. ഇപ്പോൾ വെർജീനിയ വുൾഫിനെയും ജെയിംസ് ജോയ്സിനെയൊക്കെ കുറിച്ച് അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ലിറ്റററി ടെക്നിക്കാണ്. അത് ലിറ്ററേച്ചറിൽ വ്യാപകമായിട്ട് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കഥാപാത്രത്തിന്റെ ഒരു കഥ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്ലേ എഴുതുമ്പോൾ ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിലുള്ള ഇന്നർമോസ്റ്റ് ഇമോഷൻസ് എന്താ പറയാ പോർട്രേ ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗമാണ് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ അതൊരു റൈറ്റിംഗ് ടെക്നിക് ആണെന്ന് നമുക്ക് പറയാം. മിസ്സിസ് ഡാലവേ, വെർജീനിയ വുൾഫിന്റെ തന്നെ മിസ്സിസ് ഡാലവേ ഒക്കെ ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണ്. ജെയിംസ് ജോയ്സും ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ടെക്നിക്കിനെ ഒരുപാട് എന്താ പറയാ പോപ്പുലർ ആക്കിയിട്ടുള്ള വൈഡ് സ്പാനിൽ ഒരു പോപ്പുലറൈസേഷൻ കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഈ ജെയിംസ് ജോയ്സ് എന്ന് പറയുന്ന ആൾ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് പഠിക്കുകയാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്താണെന്നും അതിന്റെ പ്രൊപ്പണൻസ് ആരാണെന്നും എന്നൊക്കെയുള്ള കാര്യം. ഇനി ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് എന്താ പറയാ കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി ജെയിംസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകത്തിൽ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു വേർഡ് വരികയും അതോടൊപ്പം അതിന്റെ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തന്നത് ഹെൻറി ജെയിംസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്തത്. സോ എന്തായാലും നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. G.M. Trevelyan is primarily known as a dramatist, a historian, a poet, a critic. 4 ഓപ്ഷൻസ് ഉണ്ട്. G.M. Trevelyan ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രൈമർലി നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത് ഏത് മേഖലയിൽ പ്രശസ്തനായി എന്നുള്ള നിലയിലാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 a ഹിസ്റ്റോറിയൻ എന്നുള്ളതാണ്. സോ G.M. Trevelyan ആരാണ്? ഹിസ്റ്റോറിയൻ എന്നറിയപ്പെടുന്നതിനായിട്ട് അദ്ദേഹം എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ആ ഫീൽഡിൽ നടത്തിയിട്ടുള്ളത് എന്ന് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. April is the cruelest month, breeding lilacs out of the dead land. Which path-breaking poem in English literature begins with these lines? അപ്പോ ഒരു പോയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് പോയത്തിലാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള ഏത് പാത്ത് ബ്രേക്കിംഗ് പോയത്തിലാണ് ഈ ലൈൻസ് അപ്പിയർ ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ദ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ,
The Wasteland, or To a Nightingale, The Prelude. ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പോയത്തിലാണ് നമുക്ക് ഏപ്രിൽ ഇസ് എ ക്രുവലസ് മന്ത്, ബ്രീഡിംഗ് ലൈലാക്സ് ഔട്ട് ഓഫ് ദ ഡെഡ് ലാൻഡ് എന്നുള്ള ആ ഒരു വരി അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം കാണാനായിട്ട് കഴിയുന്നത്? ആൻസർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള പോയമായിട്ടുള്ള ദ വേസ്റ്റ്ലാൻഡ് ആണ്. ദ വേസ്റ്റ്ലാൻഡിലാണ് ഈ ഒരു വരി നമുക്ക് കാണാൻ കഴിയുന്നത്. ദ വേസ്റ്റ്ലാൻഡിന്റെ ഓഥർ എന്ന് പറയുന്നത് ടി.എസ്. എലിയട്ട് ആണ്. ടി.എസ്. എലിയട്ട് ആണ്. സോ ഇനി ഈ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന പോം പബ്ലിഷ്ഡ് ആവുന്നത് 1922-ലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ വേസ്റ്റ്ലാൻഡ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1922. ഇനി ഓരോ ഇപ്പോ പോംസ് ആയിക്കോട്ടെ, നോവൽസ് ആയിക്കോട്ടെ, ഷോർട്ട് സ്റ്റോറീസ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാത്തിന്റെയും ഇയർ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പോസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ചില ട്രിക്സ് ആൻഡ് ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇയേഴ്സും അല്ലെങ്കിൽ ഈ ബുക്സ് പബ്ലിഷ് ചെയ്ത ആ ഒരു കാലഘട്ടം ഓർക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഒരു വർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ വർക്ക് ആരാണ് എഴുതിയതെന്ന് നമ്മൾ പഠിക്കും, അല്ലെ? ഇനി ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഓഥർ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് നമ്മൾ പഠിക്കും. അപ്പോ ഇത് രണ്ടും ആദ്യം പഠിച്ചാൽ തന്നെ ആ വർക്ക് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഇന്ന കാലഘട്ടത്തിലാണ്, ഇപ്പൊ 90s to 1999 വരെയുള്ള 1990 to 1999 കാലഘട്ടത്തിനിടയിലാണ് ഇന്ന വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഇയർ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ ദ വേസ്റ്റ്ലാൻഡ് എഴുതിയിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ടി.എസ്. എലിയട്ട് ആണ്. 1922-ലാണ് ഇത് പബ്ലിഷ്ഡ് ആവുന്നത്. ഇനി ഈ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന പോയം ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പോയമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ഇതിൽ 5 ഭാഗങ്ങളുണ്ട്. There are 5 parts in the wasteland. The poem The Wasteland. അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. The Burial of the Dead, A Game of Chess, The Fire Sermon, Death by Water, What the Thunder Said എന്നിങ്ങനെയുള്ള 5 ഭാഗങ്ങൾ ചേർന്നതാണ് ഈ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന പോയം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോയത്തിന്റെ മേജർ കോൺസെപ്റ്റ് എന്താണ്, എന്ത് കാര്യമാണ്, എന്ത് തീമാണ് ടി.എസ്. എലിയട്ട് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ലണ്ടനിലെ ആൾക്കാരുടെ ജീവിതം അല്ലെങ്കിൽ ലണ്ടനിലെ ഒരു ആഫ്റ്റർമാത്ത് കാണിക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ലണ്ടനിലെ ജനജീവിതം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് ഒരുപാട് കാര്യങ്ങൾ മെറ്റഫേഴ്സ് ഒക്കെ ചേർത്ത് പറയുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പോയമാണ് ദ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്നത്. സോ അടുത്ത സ്ലൈഡിലേക്ക് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ റെസ്റ്റ് ടു some feign meaning make pretense, but Shadwell never deviates into sense. From which poem has this line been taken? ഈ ഒരു വരി എടുത്തിട്ടുള്ള പോയം ഏതാണ് എന്നുള്ള കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ സിമിലർ ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു വരി എടുത്തിട്ടുള്ള പോയം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക്, ഇൻ മെമ്മോറിയം, ഇൽ പെൻസിറസോ എന്നാണ് അത്. There is a spelling mistake there in the third option. Fourth one, Macfleckno. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരമെന്ന് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും നേരത്തെ ഒരു അനാലിസിസിൽ തന്നെ ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള ഒരു ഏകദേശം ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില പോയംസിൽ നിന്ന് പ്രധാനപ്പെട്ട വരികളോ ഒക്കെ എടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മാക്ഫ്ലെക്നോ, ഫോർത്ത് ഓപ്ഷൻ ആണ്. മാക്ഫ്ലെക്നോ ആണ് ആൻസർ എന്ന് പറയുന്നത്. മാക്ഫ്ലെക്നോ എഴുതിയിട്ടുള്ള പോയറ്റ് എന്ന് പറയുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. ഇതൊരു മോക്ക് ഹീറോയിക് സറ്റയർ ആണ്. ഒരു എന്താ പറയാ, സറ്റയർ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു പോമാണ് ഈ മാക്ഫ്ലെക്നോ എന്ന് പറയുന്നത്. 1678-ലാണ് ഇത് എഴുതപ്പെടുന്നത്. എന്നാൽ അത് ആദ്യമായിട്ട് പ്രിന്റഡ് എഡിഷൻ ആയിട്ട് വരുന്നത് 1682-ലാണ്. ആദ്യമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് 1678-ലും ഒരു പ്രിന്റഡ് എഡിഷൻ ആയിട്ട് വരുന്നത് 1682-ലുമാണ്. ഓക്കെ, സോ അടുത്ത
ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Let us go then, you and I, when the evening is spread out against the sky. Which poem by T.S. Eliot begins with this line? അപ്പോ ഈ ഒരു വരി T.S. Eliot ആണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ വ്യക്തമാണ്. Which poem by T.S. Eliot begins with this line? ഏത് പോയമാണ് T.S. Eliot എഴുതിയിട്ടുള്ള ഏത് പോയമാണ് ഈ വരികളാൽ സ്റ്റാർട്ട് ആവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The Wasteland, The Love Song of J. Alfred Prufrock, The Hollow Men, Little Gidding. ഇതെല്ലാം T.S. Eliotന്റെ വളരെ പ്രധാനപ്പെട്ട പോംസ് ആണ്. ഇതിൽ ഏതാണ് ഈ Let us go then you and I when the evening is spread out against the sky എന്നുള്ള ഈ വരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് The Love Song of J. Alfred Prufrock. T.S. Eliotന്റെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണിത്. സോ ഈ പോയം മുഴുവൻ നമുക്ക് എല്ലാ പോയംസും ഇതുപോലെ വായിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻസാസ് ഓർമ്മ വരണം എന്നില്ല, അല്ലെങ്കിൽ അതിന്റെ വരികൾ ഓർമ്മ നിൽക്കണം എന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള പോയറ്റ്സ് എഴുതിയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള വരികൾ ഉണ്ടാവും, അത് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക എന്നുള്ളതാണ്. സോ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത സ്ലൈഡിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ഇതിൽ ABCD 4 ഓപ്ഷൻസും ഉണ്ട്. ഈ ABCDയുമായിട്ട് കണക്ട് ആവുന്ന ലിസ്റ്റ് 2 എന്നുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്ത് താഴെ വീണ്ടും 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാം. സോ ദ സെക്കൻഡ് കമ്മിങ്, ദ വേസ്റ്റ്ലാൻഡ്, ദ റോഡ് നോട്ട് ടേക്കൺ, ദ ടൈഗർ. ഇതെല്ലാം പോംസ് ആണ്. ജോണർ എന്ന് പറയുന്നത് പോംസ് ആണ്. ലിസ്റ്റ് 2-ലുള്ളത് കുറച്ച് പോയറ്റ്സിന്റെ പേരാണ്. അപ്പം ഏതൊക്കെ പോയറ്റ്സ് ഏതൊക്കെ പോംസ് എഴുതിയിട്ടുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണ് നമ്മുടെ ടാസ്ക്. ദ സെക്കൻഡ് കമ്മിങ് ആരാണ് എഴുതിയിട്ടുള്ളത് എന്ന് നോക്കാം. W.B. Yeats ആണ് സെക്കൻഡ് കമ്മിങ്ങിന്റെ ഓഥർ എന്ന് പറയുന്നത്. ദ വേസ്റ്റ്ലാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. വേസ്റ്റ്ലാൻഡ് എഴുതിയിട്ടുള്ളത് T.S. Eliot ആണ്. ദെൻ ദ റോഡ് നോട്ട് ടേക്കൺ എഴുതിയിട്ടുള്ളത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ടൈഗർ എഴുതിയിട്ടുള്ളത് വില്യം ബ്ലേക്ക് ആണ്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. സെക്കൻഡ് കമ്മിങ് A എന്ന് പറയുന്നത് W.B. Yeats ആണ്. A3, അതായത് 4th ഓപ്ഷൻസിൽ ആകെ അങ്ങനെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. A3 എന്ന് പറയുന്ന ആ ഒരു പെയർ കണക്ട് ആവുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 4. അപ്പൊ അത് തന്നെയാണ്. ബാക്കി ഓപ്ഷൻസും കൂടെ ചെക്ക് ചെയ്യുക, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഈവൻ ഇഫ് നമുക്ക് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻസിന്റെ ആൻസറെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു 1, 2, 3, 4 A4, B2 എന്നിങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ അതില് ഒരൊറ്റ ഓപ്ഷനെ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. അപ്പോൾ അത് തന്നെയാണ് ശരി ഉത്തരം എന്ന് നമുക്ക് വളരെ സിമ്പിൾ ലോജിക്കില് കണ്ടുപിടിക്കാം എന്നുള്ളതേ ഉള്ളൂ. സോ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് മിക്കതും നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഈസിലി നമുക്ക് അത് ആൻസർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following plays have not been written by George Bernard Shaw? ജോർജ് ബെർണാഡ് ഷാ എഴുതാത്ത ഏത് വർക്കാണ് ഈ ഓപ്ഷൻസിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദ മാൻ ആൻഡ് സൂപ്പർമാൻ, ബാക്ക് ടു മെതുസല, ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, സെയിന്റ് ജോൺ. അപ്പൊ ഇത്രയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ ജോർജ് ബെർണാഡ് ഷാ, GB ഷാ എഴുതാത്ത വർക്ക് ഏതാ, എഴുതാത്ത പ്ലേ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആൻസർ എന്ന് പറയുന്നത് ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് ആണ്. ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. ഇത് എഴുതിയിരിക്കുന്നത് JM സിഞ്ച് ആണ്. JM സിഞ്ച്, ജോൺ മില്ലിംഗ്ടൺ സിഞ്ച് എന്ന് പറയുന്ന പ്ലേ റൈറ്റ് ആണ് ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എഴുതിയിട്ടുള്ളത്. ബാക്കി എല്ലാം ജോർജ് ബെർണാഡ് ഷായുടെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്ലേസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a dictionary of the English language was written by, first option, Alexander Pope, Samuel Johnson, James Boswell, Oliver Goldsmith. അപ്പൊ ഇതൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ നമ്മൾ MCQs പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം, കുറച്ച് അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ എ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതിയിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്.
ആൻസർ സാമുവൽ ജോൺസൺ. അതിന്റെ ഇയർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പബ്ലിഷ് ചെയ്തത് 1755 ഏപ്രിൽ 15. ഡേറ്റ് ഏപ്രിൽ 15 ആണ്. 1755 ഇസ് ദ ഇയർ. സാമുവൽ ജോൺസൺ ആണ് അതിന്റെ ഓഥർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫെയറി ക്വീൻ ഹാസ് ബീൻ റിട്ടൺ ബൈ. ദ ഫെയറി ക്വീൻ എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ള ഓഥർ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. തോമസ് ലോഡ്ജ്, വില്യം ടിൻഡെയിൽ, സർ ഫിലിപ്പ് സിഡ്നി, എഡ്മണ്ട് സ്പെൻസർ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫെയറി ക്വീൻ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള വർക്കാണ്. ഇത് ആരാണ് എഴുതിയിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ് എഡ്മണ്ട് സ്പെൻസർ. സ്പെൻസർ എഴുതിയിട്ടുള്ള, സ്പെൻസറിന്റെ തന്നെ വളരെ വർക്ക് ഈ ഫെയറി ക്വീൻ തന്നെയാണ്. ഇത് പബ്ലിഷ്ഡ് ആയ ഇയർ എന്ന് പറയുന്നത്, എഴുതപ്പെട്ടിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 1590 ആണ്. 1590. 1590 ഈ ഫെയറി ക്വീൻ എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. ഓഥർ ഇസ് എഡ്മണ്ട് സ്പെൻസർ. സോ fourth option is the correct answer. Let's move on to the next slide and the next question. So, what do the following plays have in common? 4 plays താഴെ കൊടുത്തിട്ടുണ്ട്. 4 പ്ലേസിന്റെ ടൈറ്റിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്ലേ എന്ന് പറയുന്നത് ദ വേ ഓഫ് ദ വേൾഡ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് there is a mistake there. She stoops to conquer ആണ്. The stoops to conquer എന്നാണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. That is wrong. She stoops to conquer ആണ്. Then C, ഓപ്ഷൻ സി എന്ന് പറയുന്നത് the importance of being earnest. D, Pygmalion. അപ്പൊ ഈ 4 എണ്ണത്തിനുള്ള ആ ഒരു കോമൺ ഫാക്ടർ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ആ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യണം. അപ്പൊ താഴത്തെ ആ ഓപ്ഷൻസും കൂടെ നമുക്ക് വായിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. ഓൾ ഓഫ് ദം ബിലോങ് ടു ദ ജോണർ ഓഫ് കോമഡി ഓഫ് മാനേഴ്സ്. കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ജോണറിൽ ബിലോങ് ചെയ്യുന്ന പ്ലേസ് ആണ് ആ മുകളിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ഓൾ ഓഫ് ദം ബിലോങ് ടു ദ ജോണർ ഓഫ് റിവെഞ്ച് ട്രാജഡീസ്. റിവെഞ്ച് ട്രാജഡീസിന്റെ ജോണർ. ദെൻ തേർഡ് വൺ റിയലിസ്റ്റിക് പ്ലേസിന്റെ ജോണറിലാണെന്ന് പറയും. പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സെയിം പ്ലേ റൈറ്റ് ആണ് എഴുതിയിട്ടുള്ളതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ വർക്കായിട്ട് നോക്കാം. ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ള ഓഥർ ആരാണെന്ന് നോക്കാം. ഇത് എഴുതിയിട്ടുള്ളത് വില്യം കോൺഗ്രീവ് ആണ്. ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് വില്യം കോൺഗ്രീവിന്റെ ഒരു പ്ലേ ആണ്. ഷീ സ്റ്റൂപ്സ് ടു കോൺകർ എന്ന് പറയുന്നത് ഒലിവർ ഗോൾഡ്സ്മിത്തിന്റെ ഒരു പ്ലേ ആണ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് പറയുന്നത് ഓസ്കർ വൈൽഡിന്റെ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് ഓസ്കർ വൈൽഡിന്റെ ആണ്. ദെൻ പിഗ്മാലിയൻ എന്ന് പറയുന്നത് GB ഷോയുടെ ഒരു പ്ലേ ആണ്. GB ഷോ എഴുതിയിട്ടുള്ള ഒരു പ്ലേ ആണ്. അപ്പൊ 4 പ്ലേസും ഓതേഴ്സ് ആരൊക്കെയാണെന്ന് അല്ലെങ്കിൽ പ്ലേ റൈറ്റ്സ് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇതിൽ ഏതായാലും ആ ഫോർത്ത് ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഓൾ ഓഫ് ദം ആർ റിട്ടൺ ബൈ ദ സെയിം പ്ലേ റൈറ്റ് എന്ന് പറയുന്നത് ഇസ് റോങ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. 4 പ്ലേ റൈറ്റ്സ്, ഡിഫറെന്റ് പ്ലേ റൈറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് റോങ്. പിന്നെ ഇതിന്റെ കോണ്ടന്റ് എന്താണ്, ഈ 4 പ്ലേസിലുമുള്ള തീംസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദം ബിലോങ് ടു ദ ജോണർ ഓഫ് കോമഡി ഓഫ് മാനേഴ്സ് എന്നുള്ളതാണ്. കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു ലിറ്റററി ജോണറിൽ പെടുന്ന പ്ലേസ് ആണ് ഈ ഒരു എന്താ പറയാ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദ വേ ഓഫ് ദ വേൾഡ്, ഷീ സ്റ്റൂപ്സ് ടു കോൺക്വർ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ്, പിഗ്മാലിയൻ. ഇനി എന്താ ഈ കോമഡി ഓഫ് മാനേഴ്സ്, എന്താണ് ഈ റിവെഞ്ച് ട്രാജഡി, എന്താണ് ഈ റിയലിസ്റ്റിക് പ്ലേ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ജോണേഴ്സ്, നമ്മൾ നേരത്തെ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഏതൊക്കെ ജോണേഴ്സിൽ നിന്നുള്ള ഡിഫറെന്റ് ജോണേഴ്സ് അവിടെ ഈ ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ വരാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു സോഷ്യൽ ലൈഫിലും കൾച്ചറൽ ലൈഫിലൊക്കെ ആൾക്കാരുടെ ആ ഒരു പ്രൗഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൗഡ് കൾച്ചർ, അവരുടെ ആ ഒരു ഡൊമസ്റ്റിക് ലൈഫിലുള്ള ആ ഒരു പ്രൗഡ് കൾച്ചറിനെയൊക്കെ സറ്റൈറൈസ് ചെയ്തിട്ടുള്ള, മോക്ക് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് വേ ഓഫ് റൈറ്റിംഗ് ആണ് ഈ കോമഡി ഓഫ് മാനേഴ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ
അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന 4 പ്ലേസും. ഈ 4 പ്ലേസിലും കോമൺ ആയിട്ട് ഈ ഒരു ജോണർ കോമഡി ഓഫ് മാനേഴ്സ് നമുക്ക് കാണാൻ കഴിയും. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് വാസ് പബ്ലിഷ്ഡ് ഇൻ ഏത് ഇയറിലാണ് പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്യുന്നത് 1798 ആണോ, 1800, 1802, 1805? അപ്പൊ ഇതിൽ ഏത് വർഷമാണെന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻസർ ഇസ് 1798. 1798 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോ പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു ലിറ്റററി വർക്കാണ്. വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടെയ്ലർ കോൾറിഡ്ജും കൂടെ കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് നമ്മുടെ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1798 എന്ന് പറയുന്ന ഇയർ ഓർക്കാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇയർ ഏതാണ്? 1789 ആണ്. 1789. 1 കഴിഞ്ഞാൽ 789, അതായത് ക്രൊണോളജിയിൽ പോകുന്നുണ്ട്. സോ അത് നേരെ തിരിച്ചിട്ടാല് 1798 ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്ത ഇയർ കിട്ടും. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇയേഴ്സ് നമ്മുടെ മെമ്മറിയിൽ നന്നായിട്ട് നിൽക്കും. സോ അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോന്നും കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗോർബഡക്. ഗോർബഡക് എന്ന് പറയുന്ന ഒരു വർക്കിന്റെ പേരാണ്. ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി ഹാസ് ബീൻ റിട്ടൺ ഇൻ blank verse, rhyming couplets, prose, none of the above. So ഗോർബഡക് എന്ന് പറയുന്ന ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി. അപ്പൊ ഒരു കാര്യം കൂടെ ആ ക്വസ്റ്റ്യൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തു, ഒരു എക്സ്ട്രാ നോളജ് കൂടെ ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കിട്ടി. ഏതാ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി എന്നറിയപ്പെടുന്നത്? ഗോർബഡക് എന്ന് പറയുന്ന വർക്കാണ്. അത് എഴുതിയിട്ടുള്ള മീറ്റർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്ത് രീതിയിലാണ്, അത് എന്ത് സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്? ബ്ലാങ്ക് വേഴ്സിലാണോ, പ്രോസ് ആയിട്ടാണോ എഴുതിയിട്ടുള്ളത്, റൈമിംഗ് കപ്ലെറ്റ്സ് ആയിട്ടാണോ എഴുതിയിട്ടുള്ളത്, അതോ ഇതൊന്നും അല്ലേ, നൺ ഓഫ് ദി എബോവ് ആണ്? എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ബ്ലാങ്ക് വേഴ്സ് ആണ്. ഇനി ഈ ഗോർബഡക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? ഇതിന്റെ ഓഥർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് നോർട്ടണും തോമസ് സാക്ക് വില്ലയുമാണ്. ഇവർ രണ്ടുപേരും കൂടെ കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള വർക്കാണ് ഗോർബഡക് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? തോമസ് നോർട്ടണും തോമസ് സാക്ക് വില്ലയും. സോ ഇവർ രണ്ടുപേരും കൂടെ കൊളാബറേറ്റീവ് എഫേർട്ടിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഈ ഗോർബഡക് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ്. സോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒന്നിലേറെ കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ അപ്രോച്ച് ചെയ്ത പോലെ തന്നെ ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1-ലുള്ള ഓപ്ഷൻസ് ലിസ്റ്റ് 2-ലുള്ള ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക. ദെൻ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസേഴ്സ് ചൂസ് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ആൻ എസ്സേ ഓൺ മാൻ, ദെൻ ബി ദ ഫെയറി ക്വീൻ, സി ഹാർഡ് ടൈംസ്, ഡി ഹൈപ്പീരിയൻ. ദെൻ ലിസ്റ്റ് 2-ല് ജോൺ കീറ്റ്സ് ഉണ്ട്, ചാൾസ് ഡിക്കൻസ്, എഡ്മണ്ട് സ്പെൻസർ, അലക്സാണ്ടർ പോപ്പ്. ഇത്രയും പേര് ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് 1-ല് ഉള്ള വർക്ക്സിന്റെ ഓഥേഴ്സ് ആരാണെന്ന് ലിസ്റ്റ് 2-ൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ആൻ എസ്സേ ഓൺ മാൻ. ആൻ എസ്സേ ഓൺ മാൻ എന്ന് പറയുന്നത് പോട്ടെ, എസ്സേ ഓൺ മാൻ നമുക്കൊന്ന് മാറ്റി നിർത്താം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലുള്ള ഒരു ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. ഏതാ? ദ ഫെയറി ക്വീൻ അല്ലെ. ദ ഫെയറി ക്വീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പൊ തന്നെ നമ്മൾ അതിന്റെ ഓഥർ ആരാണെന്ന് പഠിച്ചിട്ടുണ്ട്. ആരാ? എഡ്മണ്ട് സ്പെൻസർ ആണ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫെയറി ക്വീൻ എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസർ ആണ്. ബി എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. ബി തേർഡ് ഓപ്ഷൻ ആയിട്ട് വരുന്ന 2 ഓപ്ഷൻ ആണ് താഴെയുള്ളത്. ഏതൊക്കെയാ? 2-ഉം 3-യും. B3 എന്ന് ആ 2-ലും 3-ലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 ഓപ്ഷൻ എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും ഫെയറി ക്വീൻ, എഡ്മണ്ട് സ്പെൻസർ ആകുമ്പോൾ ആ 2 ഓപ്ഷനെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 2-ഓ 3-ഓ ആയിരിക്കണം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം.
ഇനി ഞാൻ എസ്സേ ഓൺ മാൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പിന്റെ ഒരു വർക്കാണ്. ഹാർഡ് ടൈംസ് എഴുതിയിരിക്കുന്നത് ചാൾസ് ഡിക്കൻസ് ആണ്. ഹൈപ്പീരിയൻ ജോൺ കീറ്റ്സിന്റെ ഒരു വർക്കാണ്. അപ്പൊ ഹാർഡ് ടൈംസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ് ഡിക്കൻസിന്റെ. അപ്പൊ അത് സി എന്ന് പറയുന്നത് 2 ആണ്. സി 2 ആയിട്ട് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാ? 3ഉം 4ഉം. അപ്പൊ 4 എന്തായാലും ആ ആൻസർ ആയിട്ട് വരില്ല എന്ന് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം 2ഉം 3യിലും 3യില് സി 2ഉം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും 3 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെ സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എങ്കിലും അറിഞ്ഞിരുന്നാൽ മതി. സോ ആൻ എസ്സേ ഓൺ മാൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പാണ് എഴുതിയിട്ടുള്ളത്. ദ ഫെയറി ക്വീൻ ഈസ് റിട്ടൺ ബൈ എഡ്മണ്ട് സ്പെൻസർ. ഹാർഡ് ടൈംസ് ഈസ് ബൈ ചാൾസ് ഡിക്കൻസ്. ഹൈപ്പീരിയൻ ഈസ് ബൈ ജോൺ കീറ്റ്സ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് വാസ് സെറ്റ് അപ്പ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1456, 1466, 1476, 1486. 4 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിൽ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് 1476 ആണ്. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. The first printing press was set up in England in the year 1476. By whom? ആരാണ് ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിൽ സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം എഴുതാൻ പോകുന്നത്? വില്യം കാക്സ്റ്റൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. വില്യം കാക്സ്റ്റന്റെ ലീഡിലാണ് 1476 എന്താ പറയാ ഈ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിൽ സ്ഥാപിതമായിട്ടുണ്ട്. സോ 1476 എന്ന് പറയുന്ന ഇയർ ഓർത്തിരിക്കുക. Who is a central protagonist as well as narrator in Raja Rao's The Serpent and the Rock? The Serpent and the Rock എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള രാജാറാവുവിന്റെ ഒരു വർക്കാണ്. സോ അതിലെ സെൻട്രൽ പ്രോട്ടഗോണിസ്റ്റും ആണ് നരേറ്ററും ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആരാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. മാഡലിൻ, രാമ, സാവിത്രി, ലിറ്റിൽ മദർ. അപ്പൊ ഇത്രയും 4 ക്യാരക്ടേഴ്സിന്റെ പേര് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ആ സെർപ്പന്റ് ആൻഡ് ദ റോപ്പ് എന്ന് പറയുന്ന വർക്കിലെ സെൻട്രൽ പ്രോട്ടഗോണിസ്റ്റ് ആരാണെന്ന് കണ്ടെത്തി ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രാമയാണ്, അല്ലെങ്കിൽ രാമസ്വാമി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. രാമ അല്ലെങ്കിൽ രാമസ്വാമി എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ രാജാറാവു എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യൻ റൈറ്റർ ആണ്. കാന്തപുരയൊക്കെ എഴുതിയിട്ടുള്ള റൈറ്റർ ആണ് രാജാറാവു. The Serpent and the Rock is another important work written by him. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് രാമയാണ്. The Serpent and the Rock എന്ന് പറയുന്നത് ഈ രാമസ്വാമി എന്ന് പറയുന്ന ക്യാരക്ടർ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു രംഗത്തെ എന്താ പറയാ ആവിഷ്കരിക്കുന്ന ഒരു സ്റ്റോറിയുള്ള ഒരു വർക്കാണ് ദ സെർപ്പന്റ് ആൻഡ് ദ റോപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ 22ാമത്തെ വയസ്സിൽ താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു കഥ പറയുന്ന ഒരു വർക്കാണ് ദ സെർപ്പന്റ് ആൻഡ് ദ റോപ്പ് എന്ന് പറയുന്നത്. സോ രാമ ഇസ് ദ ആൻസർ ഹിയർ. രാമസ്വാമി ഇസ് ദ ആൻസർ ഹിയർ. He is the protagonist as well as the narrator in the work. Next question. Who wrote the lines, "Oh, east is east and west is west, and never then twain shall meet"? So ഈ ലൈൻസ് വരുന്ന വർക്ക് ഏതാണ്, അല്ലെങ്കിൽ വർക്ക് എഴുതിയിട്ടുള്ള ഓഥർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് ഈ ഓപ്ഷൻസിൽ നിന്ന് പോൾ സ്കോട്ട് ഉണ്ട്, റുഡ്യാർഡ് കിപ്ലിംഗ് ഉണ്ട്, E.M. ഫോസ്റ്റർ ഉണ്ട്, എനിറ്റ് ബ്ലിറ്റൺ ഉണ്ട്. അപ്പൊ ഇതിൽ ആരാണ് ഈ ഓ ഈസ്റ്റ് ഇസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇസ് വെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലൈന് വരുന്ന പോയം എഴുതിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. റുഡ്യാർഡ് കിപ്ലിംഗ് ഇസ് ദ ആൻസർ ഹിയർ. ഇവിടെ അദ്ദേഹം പറയുന്നത് ഓ ഈസ്റ്റ് ഇസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇസ് വെസ്റ്റ്, അതായത് ഈസ്റ്റിലെ കൾച്ചർ ഈസ്റ്റിൽ തന്നെയാണ്, വെസ്റ്റിലെ കൾച്ചർ വെസ്റ്റിൽ തന്നെയാണ്. അതായത് ഈസ്റ്റിന് ഈസ്റ്റിൻ്റെതായിട്ടുള്ള കൾച്ചർ ഉണ്ട്, വെസ്റ്റേൺ റീജിയനിലുള്ള രാജ്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കൾച്ചർ ഉണ്ട്. ഇത് രണ്ടും ലൈക്ക് ഡിഫറെന്റ് ആണ് എന്നുള്ളൊരു ഐഡിയ ആണ് റുഡ്യാർഡ് കിപ്ലിംഗ് ഈ ഒരു വരിയിലൂടെ എന്താ പറയാ പറയുന്നത്. സോ അമേരിക്ക ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ്, അതിൻ്റെതായിട്ടുള്ള കൾച്ചേഴ്സ്
രണ്ട് ഭാഗത്തിനും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഈ ഒരു വരിയിലൂടെ പറയുന്നത് എന്ന് പറയുന്നത്. ഇത് വരുന്ന വർക്ക് എന്ന് പറയുന്നത് ദ ബലാഡ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു പോമാണ്. ദ ബലാഡ് ഓഫ് ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് 1889 ഈ ഒരു വർക്ക് പബ്ലിഷ്ഡ് ആവുന്നത്. സോ ഓപ്ഷൻ 2 റുഡ്യാർഡ് കിപ്ലിംഗ് is the answer here, correct answer here. So let us move on to the next slide. Assis is a central character in E.M. Foster's E.M. ഫോസ്റ്ററിന്റെ ഏതോ ഒരു വർക്കിലെ സെൻട്രൽ ക്യാരക്ടറിന്റെ പേര് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അസീസ് എന്നുള്ളതാണ് ആ ക്യാരക്ടറിന്റെ പേര്. അത് ഏത് വർക്കിലാണ് വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ റൂം വിത്ത് എ വ്യൂ, സെക്കൻഡ് ഓപ്ഷൻ ഹോവാർഡ്സ് എൻഡ്, ദെൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്, എ പാസേജ് ടു ഇന്ത്യ. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഇതിന്ന് ഏത് വർക്കിലാണ് ഈ അസീസ് എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഓഥർ ഇസ് E.M. ഫോസ്റ്റർ. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ പാസേജ് ടു ഇന്ത്യ എന്നുള്ളതാണ്. എ പാസേജ് ടു ഇന്ത്യ എന്നുള്ളതാണ്. ഈ അസീസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഡോക്ടർ അസീസ് ആണ്. ഡോക്ടർ അസീസ് ഹീസ് എ മുസ്ലിം സർജൻ. ഈസ് എ മുസ്ലിം സർജൻ. സോ പാസേജ് ടു ഇന്ത്യ ഇസ് എ റൈറ്റ് ആൻസർ. E.M. ഫോസ്റ്ററിന്റെ വളരെ പ്രധാനപ്പെട്ട അടുത്ത അല്ലെങ്കിൽ മറ്റു ചില വർക്ക്സും കൂടെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വയ്ക്കുക. മാൽഗുഡി ഇസ് എ ഫിക്ഷണൽ ടൗൺ കൺസീവ്ഡ് ബൈ. മാൽഗുഡി എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആണ്. ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും കൂടി ആയിരിക്കും. മാൽഗുഡി ഇസ് എ ഫിക്ഷണൽ ടൗൺ കൺസീവ്ഡ് ബൈ അനിത ദേശായി, രാജാറാവു, ഭവാനി ഭട്ടാചാര്യ, R.K. നാരായൺ. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുക. മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ടൗൺ ആരാണ് തന്റെ വർക്ക്സിൽ പോപ്പുലർ ആക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അനിത ദേശായാണോ, രാജാറാവു ആണോ, ഭവാനി ഭട്ടാചാര്യാണോ, R.K. നാരായണാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഇസ് R.K. നാരായൺ. ആസ് വി ഓൾ നോ, ലൈക്ക് ഒരുപാട് ഡോക്യുമെന്ററീസ് അല്ലെങ്കിൽ ഒരുപാട് ഈ മാൽഗുഡി ഡയറീസിന്റെ തന്നെ ഒരുപാട് ലൈക്ക് മൂവീസ് അല്ലെങ്കിൽ ഫിലിംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതിലെല്ലാം തന്നെ ഈ മാൽഗുഡി എന്ന് പറയുന്ന ഫിക്ഷണൽ ടൗൺ ഈ R.K. നാരായണന്റെ തന്നെ വർക്ക്സിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ഫിക്ഷണൽ ടൗൺ ആണ്. ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായാലും ഇന്ത്യൻ ലിറ്ററേച്ചറിലായാലും ഫിക്ഷണൽ ടൗൺസ് അല്ലെങ്കിൽ ഫിക്ഷണൽ പ്ലേസസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, ഓതേഴ്സ് ഉണ്ട്. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫിക്ഷണൽ ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഈ ഒരു ഏരിയയിൽ നിന്നും ഓതേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫിക്ഷണൽ ലാൻഡ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാൽഗുഡിയാണുള്ളതെന്ന് വിചാരിച്ചിട്ട് വേറൊരു ഇതിൽ നമുക്ക് വേറെ ഫിക്ഷണൽ പ്ലേസസിന്റെ പേരും നമുക്ക് പ്രതീക്ഷിക്കാം. സോ for which play did Vijay Tendulkar got the Sahitya Academy Award for Literature? There is a correction here, grammar mistake here. For which play did Vijay Tendulkar got the Sahitya Academy Award for Literature? ഏത് വർക്കിനാണ്, ഏത് പ്ലേ എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയത്? ആർക്കാണ്? വിജയ് ടെണ്ടുൽക്കർ. എന്താണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഗാസിറാം കോട്ട്വൽ, കന്യാദാൻ, ശാന്തത, കോട്ട് ചാലു ആഹെ, ഗിദ്ദാദെ. ഇത്രയും ഓപ്ഷൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയ വർക്കാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്, ശാന്തത. കോട്ട് ചാലു ആഹി എന്ന് പറയുന്ന വർക്കാണ്. അദ്ദേഹം ഹിന്ദിയിൽ കൂടുതലും വർക്ക്സ് എഴുതിയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അപ്പൊ ഈ ഒരു വർക്കാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത ഒരു വർക്കാണ് ഇത്. 1968 ഇത് പബ്ലിഷ്ഡ് ആവുന്നത്. സോ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ അവാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാൻ പറഞ്ഞു. അത് കറന്റ് ലിറ്റററി ട്രെൻഡ്സ്, ഇവന്റ്സ്, അതേപോലെ തന്നെ അവാർഡ്സ് നോക്കി വെക്കാനായിട്ട് സിലബസിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവാർഡ്സ് ചെക്ക് ചെയ്യുമ്പോൾ നൊബേൽ പ്രൈസ്,
അതുപോലെ തന്നെ പോയറ്റ് ലോറേറ്റ് ആയിട്ടുള്ള പോയറ്റ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ ജ്ഞാനപീഠ്, ഈ സാഹിത്യ അക്കാദമി അവാർഡ്സ്, നാഷണൽ ബുക്ക് ട്രസ്റ്റ് അവാർഡ്, പുലിറ്റ്സർ പ്രൈസ്, ബുക്കർ പ്രൈസ്, ഇതൊക്കെ കിട്ടിയിട്ടുള്ള പോപ്പുലർ ഓതേഴ്സ് ആരൊക്കെയാണെന്ന് പഠിക്കുക. അവരുടെ വർക്ക്സ് ഏതാണെന്ന് പഠിക്കുക. അവർക്ക് ഏത് വർഷമാണ് ഇതെല്ലാം, ഈ അവാർഡ്സ് എല്ലാം കിട്ടിയിട്ടുള്ളതെന്ന് പഠിക്കുക. ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്, ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്, റീസെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. There will be short questions from that kind of, like ആ ഒരു ഫീൽഡിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കും. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In which work of Mulk Raj Anand's, in which of Mulk Raj Anand's novel does Bakha appear as a central character? മുൽക്ക് രാജ് ആനന്ദ് എഴുതിയിട്ടുള്ള ഏത് നോവലാണ് നമുക്ക് ബാഖ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ക്യാരക്ടറിനെ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കാണാനായിട്ട് കഴിയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കൂലി, അൺടച്ചബിൾ, ദ വില്ലേജ്, ടു ലീവ്സ് ആൻഡ് എ ബഡ്. അപ്പോ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്ന് ഒട്ടേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യൻ ഇനി വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നാണ്. അപ്പോൾ ഇപ്പൊ വരുന്ന സിലബസിലും അല്ലെങ്കിൽ തന്നെ പല യൂണിവേഴ്സിറ്റീസിന്റെയും സിലബസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഇന്ത്യൻ ലിറ്ററേച്ചറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ലിറ്ററേച്ചറിലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ഓൾറെഡി നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് എടുത്ത് പോകുമ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതേ ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കൊടുക്കുക. ഇന്ത്യൻ ലിറ്ററേച്ചറിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒറിജിനൽ ലാംഗ്വേജസിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന വർക്ക്സിനും ഒരുപോലെ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ഓഫ് മുൽക്ക് രാജ് ആനന്ദ്സ് നോവൽ ഡസ് ബാഖ അപ്പിയർ ആസ് എ സെൻട്രൽ ക്യാരക്ടർ എന്നുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് അൺടച്ചബിൾ ആണ്. അൺടച്ചബിൾ ഈസ് ദ ആൻസർ ഹിയർ. അൺടച്ചബിൾ എന്ന് പറയുന്നത് മുൽക്ക് രാജ് ആനന്ദിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ്. അൺടച്ചബിൾ ഈസ് ദ ആൻസർ ഹിയർ. 1935 അൺടച്ചബിൾ എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ്ഡ് ആവുന്നത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആനന്ദമഠ്, a famous novel is written by. ആനന്ദമഠ് എന്ന് പറയുന്ന, മലയാളത്തിൽ നമ്മൾ ആനന്ദമഠം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആനന്ദമഠ്, a famous novel is written by രവീന്ദ്രനാഥ് ടാഗോർ, ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ചാറ്റർജിയാണ്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, വിഷ്ണു പ്രഭാകർ, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ആനന്ദമഠ് എന്ന് പറയുന്ന ഫേമസ് നോവൽ എഴുതിയിട്ടുള്ള നോവലിസ്റ്റ് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ആനന്ദമഠ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു പേരിലും കൂടെ പ്രശസ്തമാണ്, മറ്റൊരു കാര്യത്തിലും കൂടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ്. അതെന്താണെന്ന് പറയാം. അതിന് മുന്നേ ഓഥർ എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇറ്റ്സ് നോട്ട് ചതോപാധ്യായ്, ഇറ്റ്സ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠ് എഴുതിയിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നമ്മുടെ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്, അതിന്റെ എക്സെപ്റ്റ് എടുത്തിട്ടുള്ളത് ഈ ആനന്ദമഠിലാണ്. ആനന്ദമഠത്തിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. സോ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈസ് എ കറക്റ്റ് ആൻസർ ഹിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടൂംബ് ഓഫ് സാൻഡ് ഇസ് എ നോവൽ റിട്ടൺ ബൈ. ടൂംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ള റൈറ്റർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മാർഗരറ്റ് ആറ്റ്വുഡ്, ഗീതാഞ്ജലി ശ്രീ, അരുന്ധതി റോയ്, ജുംപ ലാഹിരി. 4 റൈറ്റേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, 4 നോവലിസ്റ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആരാണ് ടൂംബ് ഓഫ് സാൻഡ് എഴുതിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗീതാഞ്ജലി ശ്രീ ആണ്. ഗീതാഞ്ജലി ശ്രീ ഇസ് എ റൈറ്റ് ആൻസർ ഹിയർ. ടൂംബ് ഓഫ് സാൻഡ് ആക്ച്വലി ഹിന്ദിയിൽ എഴുതപ്പെട്ടിട്ടുള്ള, ഒറിജിനലി ഹിന്ദിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ്. രഥ് സമാധി എന്നുള്ളതാണ് അതിന്റെ ഒറിജിനൽ ടൈറ്റിലിന്റെ പേര്. ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് രഥ് സമാധി എന്നുള്ളതാണ്. So Tomb of Sand is a translation of that originally written work in Hindi. And the author is Geetanjali Sri. So next question. Kalidas Meghdut. Kalidas എഴുതിയിട്ടുള്ള മേഘദൂതം അല്ലെങ്കിൽ മേഘ്ദൂത് is a novel, poem, drama, short story. ഏത് ജോണറിൽ പെടുന്ന വർക്കാണ്
കാളിദാസന്റെ മേഘദൂതം, മേഘദൂത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസിയാണ്. പോയമാണ് ആൻസർ. ഒരു പോയത്തിന്റെ ജോണറിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് മേഘദൂത് എന്ന് പറയുന്നത്. സോ ഏൻഷ്യന്റ് ഇന്ത്യൻ റൈറ്റേഴ്സിനും റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ കോണ്ടംപററി ഇന്ത്യൻ റൈറ്റേഴ്സിനും ഒരേപോലെ ഫോക്കസ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ലൈക്ക് പല അല്ലെങ്കിൽ ഡിഫറെന്റ് ജോണേഴ്സിൽ എഴുതിയിട്ടുണ്ട്, ഡിഫറെന്റ് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പേഴ്സണാലിറ്റീസിനെ, ഓഥേഴ്സിനെ, പോയറ്റ്സിനെ, പ്ലേ റൈറ്റ്സിനെ ഒക്കെ കുറിച്ച് പല ക്വസ്റ്റ്യൻസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല കാലഘട്ടങ്ങളിലും പല ജോണേഴ്സിലും ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സാവിത്രി, an epic in blank verse was written by. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാവിത്രി എന്ന് പറയുന്ന ഒരു വർക്കിനെ കുറിച്ചാണ്. ഇത് ഇറ്റ്സ് എൻ എപ്പിക് ഇൻ ബ്ലാങ്ക് വേഴ്സ്. ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ള എപ്പിക് ആണ് സാവിത്രി എന്ന് പറയുന്നത്. ഇതിന്റെ റൈറ്റർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രവീന്ദ്രനാഥ് ടാഗോർ, തോറു ദത്ത്, ശ്രീ അരബിന്ദോ, ഫോർത്ത് വൺ സരോജിനി നായിഡു. ഇവിടെ സാവിത്രി എന്ന് പറയുന്ന ഈ ഒരു എപ്പിക് എഴുതിയിട്ടുള്ളത് ശ്രീ അരബിന്ദോ ആണ്. ശ്രീ അരബിന്ദോ ഇസ് വൺ ഹു റോട്ട് സാവിത്രി, an epic in blank verse. ഇപ്പൊ പല ജോണേഴ്സിൽ നിന്ന്, പല സ്റ്റൈൽസിലുള്ള, പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന റൈറ്റേഴ്സിന്റെ വർക്ക്സ് വരെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർടെക്സ്റ്റുവാലിറ്റി. ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. ജൂലിയ ക്രിസ്റ്റേവ, മോണിക് വിറ്റിംഗ്, ഹിലീൻ സിക്സ്യസ്, ജൂഡിത്ത് ബട്ട്ലർ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആരാണ് ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേം കോയിൻ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ജൂലിയ ക്രിസ്റ്റേവ. ജൂലിയ ക്രിസ്റ്റേവ ആണ് ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. എന്താണ് ഇന്റർടെക്സ്റ്റുവാലിറ്റി? നമുക്ക് ഒരു ടെക്സ്റ്റിനെ മനസ്സിലാക്കാനായിട്ട് മറ്റൊരു ടെക്സ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, രണ്ടിന്റെയും ആ ഒരു 2 ടെക്സ്റ്റുകളും അല്ലെങ്കിൽ ഒന്നിലേറെ ടെക്സ്റ്റുകൾ എങ്ങനെ പരസ്പരം റിലേറ്റബിൾ ആണ് അല്ലെങ്കിൽ റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ഏത് വിധേന അത് കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ജൂലിയ ക്രിസ്റ്റേവ ആണ്. So let's move on to the next question. Given below are 2 statements. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പോലെ താഴെ 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2. അത് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. A neuron-roman or new novel contains all the standard elements of plot, characterization, descriptions of states of mind, its location in time and space, and a reference to the world in which the work is set. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോറൻ റോമൻ അല്ലെങ്കിൽ ന്യൂ നോവൽ എന്നറിയപ്പെടുന്ന ആ ഒരു നോവൽ, ലൈക് ന്യൂ നോവൽ എന്നറിയപ്പെടുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ഓൾ ദ സ്റ്റാൻഡേർഡ് എലമെന്റ്സ് ഓഫ് പ്ലോട്ട്, ക്യാരക്ടറൈസേഷൻ, ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഇറ്റ്സ് ലൊക്കേഷൻ ഇൻ ടൈം ആൻഡ് സ്പേസ്, ആൻഡ് എ റെഫറൻസ് ടു ദ വേൾഡ് ഇൻ വിച്ച് ദ വർക്ക് ഇസ് സെറ്റ്. പ്ലോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്യാരക്ടറൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് എന്ന് പറയുന്നുണ്ട്, ലൊക്കേഷൻ, ടൈം, സ്പേസ് എന്നിങ്ങനെയുള്ള രീതികളിൽ ലൊക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് എന്നൊക്കെയാണ് ഈ ന്യൂ നോവലിനെ കുറിച്ച് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. A Bildungsroman is a novel of formation or a novel of education in which the development of a protagonist's mind and character in its journey from childhood to maturity is portrayed. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷന്റെ മീനിങ് എന്ന് പറയുന്നത് ബിൽഡൂങ്സ്റോമൻ എന്ന് പറയുന്നത് നോവൽ എന്ന് പറയുന്ന മെയിൻ ജോണറിലെ ഒരു സബ് ജോണർ ആണ്. ബിൽഡൂങ്സ്റോമൻ എന്ന് പറയുന്നത് നോവലിലെ ഒരു സബ് ജോണർ ആണ്. ഇതിൽ വരുന്നത് ഒരു കഥാപാത്രം തന്റെ ചൈൽഡ്ഹുഡിൽ നിന്ന് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു ഇവല്യൂഷൻ, ആ ഒരു ഗ്രോത്തിനെ പോർട്രേ ചെയ്യുന്ന ഒരു ജോണറാണ് ബിൽഡൂങ്സ്റോമാൻ എന്നാണ് സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ താഴെയുള്ള ഓപ്ഷൻസ് കൂടെ ഞാനൊന്ന് വായിക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫാൾസ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is false. Fourth option, statement 1 is false, statement 2 is
ട്രൂ എന്നുള്ളതാണ്. ഇതിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂ നോവൽ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാൻഡേർഡ് എലമെന്റ്സ് ആയിട്ട് പണ്ടുകാലം മുതലേ ലൈക്ക് ക്ലാസിക് നോവൽ എന്ന് പറയുന്നതിന് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നോവൽസിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോംസ് ഉണ്ട്. അതായത് ചില സെറ്റ് ഓഫ് റൂൾസ് ആണ് നോവൽസിൽ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓൾഡ് നോവൽ കൈൻഡ് ഓഫ് തോട്ട് ആയിരുന്നില്ല ഈ ന്യൂ നോവല് പോർട്രേ ചെയ്തിരുന്നത്. ന്യൂ നോവല് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റാൻഡേർഡ് എലമെന്റ്സ് ഓഫ് പ്ലോട്ട്, ക്യാരക്ടറൈസേഷൻ, ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ലൊക്കേഷൻ, ടൈം ആൻഡ് സ്പേസ് ഇതിനെല്ലാം പൊളിച്ചെഴുതുകയാണ് ചെയ്തത്. ന്യൂ നോവല് ഇതിനെല്ലാം എന്താ പറയാ റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന റൂൾസിനെ എല്ലാം റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ് റോങ്, ഇറ്റ് ഇസ് ഫാൾസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ബിൽദൂങ്സ് റോമൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നോവലിന്റെ തന്നെ ഒരു സബ് ജോണർ ആണ്. അത് ഈ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആണ് ഇവിടെ. അതായത് പ്രോട്ടഗോണിസ്റ്റിന്റെ മൈൻഡ് ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ നിന്ന് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പൊ താഴെ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഫോർത്ത് ഓപ്ഷൻ ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഫാൾസ് ആൻഡ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ എന്നുള്ളതാണ്. അപ്പൊ ഫോർത്ത് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 ഏതൊക്കെയുള്ള? ആലിട്രേഷൻ, അസണൻസ്, കൺസണൻസ്, അല്യൂഷൻ. ലിസ്റ്റ് 2 കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇത് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാണ് ടാസ്ക് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ആലിട്രേഷൻ. ആലിട്രേഷൻ എന്താണ്? repetition of a speech sound. It is sound there. Repetition of a speech sound in a sequence of nearby words. അടുത്തടുത്ത് കിടക്കുന്ന വാക്കുകളിലുള്ള സ്പീച്ച് സൗണ്ട്സിന്റെ റെപ്പറ്റീഷനെയാണ് നമ്മൾ ആലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ആലിട്രേഷൻ ഇസ് എ റെപ്പറ്റീഷൻ ഓഫ് എ സ്പീച്ച് സൗണ്ട് ഇൻ എ സീക്വൻസ് ഓഫ് നിയർബൈ വേർഡ്സ്. ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് there in between that second line. Repetition of a second option, repetition of a speech sound in a sequence of nearby words ആണ്. അതാണ് alliteration എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ബി ഓപ്ഷൻ ഏതാണ്? assonance. assonance എന്ന് പറയുന്നത് repetition of identical or similar vowels. സിമിലറോ അല്ലെങ്കിൽ ഐഡന്റിക്കലോ ആയിട്ടുള്ള വവൽ സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു വരിയിൽ വരുന്നതിനെയാണ് നമ്മൾ assonance എന്ന് പറയുന്നത്. ഇപ്പോൾ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് സെക്കൻഡ് ലിസ്റ്റിലെ ഫോർത്ത് ഓപ്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ദെൻ സി. സി എന്ന് പറയുന്നത് കോൺസണൻസ്. കോൺസണൻസ് എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ ഓഫ് എ സീക്വൻസ് ഓഫ് 2 or more കോൺസണൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ലിസ്റ്റ് 2 തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? റെപ്പറ്റീഷൻ ഓഫ് എ സീക്വൻസ് ഓഫ് 2 or more കോൺസണൻസ്. 2 or 3 കോൺസണൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കോൺസണൻസ് ആണ്. അപ്പൊ അസണൻസ് എന്ന് പറയുന്നത് വവൽ സൗണ്ട്സ് റിപ്പീറ്റഡ് ആയി കഴിഞ്ഞാൽ, ദെൻ കോൺസണൻസ് എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയി കഴിഞ്ഞാൽ. ദെൻ ഫോർത്ത് ഓപ്ഷൻ അല്യൂഷൻ. ഈ സെക്കൻഡ് ഓപ്ഷനിൽ ഏത് ഓപ്ഷനുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഡി അല്യൂഷൻ എന്ന് പറയുന്നത്? പാസിംഗ് റെഫറൻസ് ടു എ ലിറ്റററി ഹിസ്റ്റോറിക്കൽ പേഴ്സൺ, വർക്ക്, പ്ലേസ് ഓർ ഇവന്റ്. അതായത് ഏതെങ്കിലും ഒരു ലിറ്റററി ഹിസ്റ്റോറിക്കൽ പേഴ്സണെ കുറിച്ചോ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസോ ഇവന്റോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റെഫർ ചെയ്യുന്ന ഒരു വേ ഓഫ് എഴുത്ത് രീതിയാണ് നമ്മൾ അല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ലൈക്ക് പാസിംഗ് റെഫറൻസ് ടു എ ലിറ്റററി ഹിസ്റ്റോറിക്കൽ പേഴ്സൺ, വർക്ക്, പ്ലേസ് ഓർ ഇവന്റ് ആണ് അല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരേപോലെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻ താഴെ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏതാണ്? ആലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു A2 ആണ്. A2 ആയിട്ട് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്, തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷൻ. അടുത്ത ബി ഓപ്ഷൻ നോക്കാം. അസണൻസ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഓപ്ഷൻ ആണ്, റെപ്പറ്റീഷൻ ഓഫ് ഐഡന്റിക്കൽ ഓർ സിമിലർ വവൽസ്. അപ്പൊ ബി എന്ന് പറയുന്നത് 4 ആണ്. ബി 4 ആയിട്ട് ഇവിടെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഏതാ? തേർഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ ഇസ് റൈറ്റ് ആൻസർ ഹിയർ. C1 D3. അപ്പോൾ തേർഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
In Death Be Not Proud, John Donne writes, "One short sleep past, we wake eternally and death shall be no more. Death thou shall die," the underlined line is an example of. ഒരു വരി ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്ന ജോൺ ഡണ്ണിന്റെ ഒരു വർക്ക്, ഒരു പോയത്തിലെ ഒരു വരി ആ ക്വസ്റ്റനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വരുന്ന ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. ഓക്സിമോറൺ ആണോ, പാരഡോക്സ് ആണോ, ആന്റിതസിസ് ആണോ, ഐറണി ആണോ, ഏത് പോയറ്റിക് ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഏത് പോയറ്റിക് ഡിവൈസ് ആയിരിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ഓക്സിമോറൺ എന്താണ്? നേരത്തെ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, പോയറ്റിക് ഡിവൈസസ്, ഇതൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ഹിന്റ് നമുക്ക് ആ സിലബസിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2, പാരഡോക്സ് എന്നുള്ളതാണ്. പാരഡോക്സ് എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് പോയംസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പോയറ്റ് കൂടെയാണ് ജോൺ ഡൺ എന്ന് പറയുന്നത്. ഒരുപാട് മെറ്റഫേഴ്സും ഈ പാരഡോക്സസും ഒക്കെ ഉപയോഗിച്ച് പോയംസ് എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ് ജോൺ ഡൺ എന്ന് പറയുന്നത്. സോ paradox is a right answer here. So John Donne is a famous metaphysical poet also. എന്താണ് മെറ്റഫിസിക്കൽ പോയറ്റ്, അല്ലെങ്കിൽ ബാക്കി മെറ്റഫിസിക്കൽ പോയറ്റ്സ് ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട ഈ മെറ്റഫിസിക്കൽ പോയറ്റ്സിനെ പോപ്പുലർ ആക്കിയിട്ടുള്ള പോംസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നത്, ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. French dash was inaugurated in the 1950s by the cultural anthropologist Claude Lévi-Strauss. Claude Lévi-Strauss ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എന്ത് കാര്യമാണ് ഉള്ളത് എന്നാണ് ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഫെമിനിസം ആണോ, ഫ്രഞ്ച് ഫെമിനിസം ആണോ, ഫ്രഞ്ച് സ്ട്രക്ചറലിസം ആണോ, ഫ്രഞ്ച് മോഡേണിസം ആണോ, അതോ ഫ്രഞ്ച് ട്രാൻസ് കൾച്ചറലിസം ആണോ? അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്? ഇതിപ്പോ ലിറ്റററി ക്രിറ്റിസിസത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിറ്റററി ക്രിറ്റിസിസത്തിൽ തന്നെ ഫെമിനിസം എന്താണ്, മോഡേണിസം എന്താണ്, സ്ട്രക്ചറലിസം എന്താണ്, ട്രാൻസ് കൾച്ചറലിസം എന്താണ്, ബാക്കി ഇനിയും ഒരുപാടുണ്ട്. അതായത് മാർക്സിസം, പോസ്റ്റ് കൊളോണിയലിസ്റ്റ് തിയറി, അങ്ങനെ ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രൊപ്പണൻസ് ആരൊക്കെയാണ്? ഈ പ്രൊപ്പണൻസ് തന്നെ, ഈ ഓതേഴ്സ് തന്നെ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട എസ്സേസ് ഏതൊക്കെയാണ്, അതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം ആണ്. ഫ്രഞ്ച് സ്ട്രക്ചറലിസം വാസ് ഇനോഗ്രേറ്റഡ് ഇൻ ദ 1950s ബൈ കൾച്ചറൽ ആന്ത്രപ്പോളജിസ്റ്റ് ക്ലോഡ് ലെവി-സ്ട്രോസ്. ക്ലോഡ് ലെവി-സ്ട്രോസ് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് സ്ട്രക്ചറലിസം ആണ്. ആൻഡ് ദാറ്റ് വാസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് 1950s എന്നുള്ള കാര്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വയ്ക്കുക. Then next one. The graphic novel is a term used in the 1970s to denote works in which the narrative is told. അപ്പോൾ ഗ്രാഫിക് നോവൽ എന്ന് പറയുന്ന ഒരു ജോണറിനെ കുറിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 1970s പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാഫിക് നോവൽ എന്ന് പറയുന്നത്. ഇത് എന്ത് തരത്തിലുള്ള നറേറ്റീവ് പ്രൊവൈഡ് ചെയ്യാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ത്രൂ വേർഡ്സ് ഓൺലി, ത്രൂ ടെക്നിക്കൽ ഡ്രോയിങ്സ്, ത്രൂ റിലീജിയസ് പെയിന്റിങ്സ്, ത്രൂ ഇല്ലസ്ട്രേഷൻസ് ആൻഡ് വേർഡ്സ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ദ ഗ്രാഫിക് നോവൽ എന്ന് പറയുന്നത് 1970s പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ത്രൂ ഇല്ലസ്ട്രേഷൻസ് ആൻഡ് വേർഡ്സ് എന്നുള്ളതാണ്. ത്രൂ ഇല്ലസ്ട്രേഷൻസ് ആൻഡ് വേർഡ്സ്. സോ ഗ്രാഫിക് നോവൽ എന്ന് പറയുന്നത് ഈ കോമിക് നോവൽസ്, നമ്മൾ കോമിക്സ് ഒക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളവരായിരിക്കും. കോമിക്സിന്റെ തന്നെ ഒരു സബ് ജോണറാണ് ഈ ഗ്രാഫിക് നോവൽ എന്ന് പറയുന്നത്. ചില പിക്ചേഴ്സിലൂടെ അല്ലെങ്കിൽ വരയ്ക്കപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കൂടെ ഈ ഇല്ലസ്ട്രേഷൻസിലൂടെ പോർട്രേ ചെയ്യുന്ന ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ അതിൽ തന്നെ ഈ വേർഡ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ജോണർ ഓഫ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ അത്തരത്തിലൊരു നറേറ്റീവിനെയാണ് നമ്മൾ ഗ്രാഫിക് നോവൽ എന്ന് വിളിക്കുന്നത്.
So fourth option, through illustrations and words, is the right answer here. Next question like kadakka. Okay. John Bunyan. John Bunyan, The Pilgrim's Progress is an example of. The Pilgrim's Progress എന്ന് പറയുന്നത് ജോൺ ബന്യന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A symbolic text, an allegorical work, a modern novel, a postmodern piece of writing. ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്, an allegorical work. അലിഗോറിക്കൽ വർക്കിന് എക്സാമ്പിൾ ആണ് ജോൺ ബന്യന്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്. അപ്പൊ എന്താണ് ഒരു അലിഗറി എന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡൗട്ട് തോന്നും. അലിഗറി എന്താണെന്ന് നമ്മൾ വായിക്കുക. ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ അലിഗോറിക്കൽ വർക്ക്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള മറ്റ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആനിമൽ ഫോം ഒക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അലിഗോറിക്കൽ വർക്കാണ്. ജോൺ ബന്യന്റെ ദ പിൽഗ്രിംസ് പ്രോഗ്രസ് തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു അലിഗോറിക്കൽ വർക്ക് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാച്ച് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് അതിൽ തന്നെ ഓപ്ഷൻസ് 4 ഉണ്ട്. ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാന്റിക്സ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് 2-ൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫോണോളജി ഇതിൽ വരുന്നത് സെക്കൻഡ് ഓപ്ഷനിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് 1 ആണ്. ദ സ്റ്റഡി ഓഫ് എലിമെന്ററി സ്പീച്ച് സൗണ്ട്സ്. ഫോണോളജി എന്ന് പറഞ്ഞാൽ എലിമെന്ററി സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ച് ഉള്ള പഠനമാണ്. സെക്കൻഡ് ഓപ്ഷൻ മോർഫോളജി എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓഫ് ദ ഓർഡറിംഗ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇൻ ടു സ്മോൾ മീനിങ് ഗ്രൂപ്പ്സ്. അതായത് സ്പീച്ച് വേർഡ്സിനെ സ്മോൾ മീനിങ് ഗ്രൂപ്പ്സ് ആയിട്ട് ഓർഡർ ചെയ്യുന്ന രീതിയിലുള്ള പഠനം, അതിനുള്ള പഠനശാഖയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. ദെൻ സിൻടാക്സ് എന്താണ്? ദ സ്റ്റഡി ഓഫ് വേ സീക്വൻസസ് ഓഫ് വേർഡ്സ് ആർ ഓർഡർഡ് ഇൻ ടു ഫ്രേസസ്, ക്ലോസസ് ആൻഡ് സെന്റൻസസ്. അതായത് ഈ സീക്വൻസസ് ഓഫ് വേർഡ്സിനെ ഫ്രേസസ് ആയിട്ടും ക്ലോസസ് ആയിട്ടും സെന്റൻസ് ആയിട്ടും ഒക്കെ ഓർഡർ ചെയ്യുന്ന ഒരു പഠന രീതിയെയാണ്, ദ വേ ഓഫ് സ്റ്റഡി ആണ് സിൻടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സെമാന്റിക്സ് എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ, സ്റ്റഡി ഓഫ് ദ മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ഇൻ ഫ്രേസസ് ആൻഡ് സെന്റൻസസ്. വാക്കുകളുടെ മീനിങ്ങിനെ കുറിച്ചുള്ള പഠനമാണ്. അതോടൊപ്പം തന്നെ ഫ്രേസസ് ആയിട്ടും സെന്റൻസസ് ആയിട്ടും വേർഡ്സിനെ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു പഠനശാഖയാണ് നമ്മൾ സെമാന്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിസ്റ്റ് 1-ല് 4 ഓപ്ഷൻസിനുള്ള ഡിസ്ക്രിപ്ഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയുള്ള ഓപ്ഷൻസുമായിട്ട് നമുക്ക് ഇന്ന് കണക്ട് ചെയ്യാം. ഇപ്പൊ ഫോണോളജി എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ, സ്റ്റഡി ഓഫ് എലിമെന്ററി സ്പീച്ച് സൗണ്ട്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ A4 ആയിട്ട് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്, ഫസ്റ്റ് 1, ഫോർത്ത് 1. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം, മോർഫോളജി ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ, സ്റ്റഡി ഓഫ് ദ ഓർഡറിംഗ് ഓഫ് സ്പീച്ച് വേർഡ്സ് ഇൻ ടു സ്മോൾ മീനിങ് ഗ്രൂപ്പ്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ബി എന്ന് പറയുന്നത് 1, B1 ആയിട്ട് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്, 3 and 4. നെക്സ്റ്റ് 1. അപ്പൊ ഫോർത്ത് ഓപ്ഷൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തായാലും തേർഡ് ഓപ്ഷൻ ആവാൻ ചാൻസ് ഇല്ല. സോ ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. A4, B1, C2, D3. സോ ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ തന്നെ ലിസ്റ്റ് 1-ഉം ലിസ്റ്റ് 2-ഉം കണക്ട് ചെയ്യാം. അഗസ്റ്റൻ പീരീഡ്, മോഡേൺ പീരീഡ്, റൊമാൻറ്റിക് പീരീഡ്, വിക്ടോറിയൻ പീരീഡ്. ഇപ്പുറത്തെ ലിസ്റ്റ് 2-ല് ആ ഒരു കാലഘട്ടം 1978 to 1830 പോലുള്ള ഇങ്ങനെ 2 വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈം ഗ്യാപ്പിലായിരുന്നു ഈ പീരീഡ് എന്നറിയിക്കാനാണത്. സോ അഗസ്റ്റൻ പീരീഡ് ഏതാണ്, മോഡേൺ പീരീഡ് ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലിറ്റററി പീരീഡ്സ് അല്ലെങ്കിൽ ഏജസ് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ
ആദ്യം തന്നെ നമ്മൾ ഈ പീരീഡ്സ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെ പീരീഡ്സ്? ഇപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, അത് കഴിഞ്ഞ് ആംഗ്ലോ സാക്സൺ പീരീഡ്, പിന്നീട് വന്ന മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, പിന്നീട് വന്നിട്ടുള്ള തുടർന്നുള്ള പീരീഡ്സ്, ഇതെല്ലാം തന്നെ നമ്മളൊന്ന് ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അതിനുശേഷം ഈ പീരീഡ്സിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള വർക്ക്സും പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലൂടെ നമുക്ക് ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് വളരെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗസ്റ്റ്യൻ പീരീഡ്. അഗസ്റ്റ്യൻ പീരീഡ് ഈ ലിസ്റ്റ് 2 കൊടുത്തിട്ടുള്ള ഏത് ഇയേഴ്സിലാണ്, ഇയേഴ്സിൽ ഇൻ ബിറ്റ്വീൻ ആണ് സംഭവിച്ചിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അഗസ്റ്റ്യൻ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ തേർഡ് ഓപ്ഷൻ, അതായത് 1700 to 1745 വരെയുള്ള പീരീഡിനെയാണ് ഓഗസ്റ്റൻ പീരീഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ മോഡേൺ പീരീഡ് ഉണ്ട്. മോഡേൺ പീരീഡ് നമുക്കറിയാം 1901 മുതൽ 1945 വരെയുള്ള പീരീഡ്, ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ. റൊമാൻറ്റിക് പീരീഡ്, റൊമാൻറ്റിക് പീരീഡ് ഏത് ഇയർ ആണെന്ന് കണ്ടുപിടിക്കുക. റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത് ഈ 1798 to 1830 വരെയുള്ള ഒരു കാലഘട്ടം. ദെൻ വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത് 1832 മുതൽ 1901 വരെ, ക്യൂൻ വിക്ടോറിയ അധികാരത്തിൽ വന്ന് അവരുടെ മരണം വരെയുള്ള ഒരു പീരീഡ്, 1832 to 1901 വരെയുള്ള ഒരു പീരീഡ്. ഇപ്പൊ ഓഗസ്റ്റൻ പീരീഡ് എന്ന് പറയുന്നത് 1700 to 1745 ആണെന്ന് പറഞ്ഞു. A3 വരുന്ന ഒരൊറ്റ ഓപ്ഷനെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഏതാ? A3, B1, C2, D4, second option. So that is the right answer here. ഇതെല്ലാം ഈ ഇയേഴ്സ് ഇങ്ങനെ ക്രൊണോളജിക്കലി ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ആ ഒരു പീരീഡിന്റെ ആ ഒരു ഗ്രോത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ക്രൊണോളജിക്കലി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ജംബിൾഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കൺഫ്യൂസിങ് ആയിരിക്കും. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് കഴിഞ്ഞാൽ ഏത് പീരീഡ് വരും, ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ എന്ത് വരും എന്നിങ്ങനെയുള്ള ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ നിങ്ങളുടെ മെമ്മറിയിൽ അത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, the word translation. The word translation is derived from 4 options കൊടുത്തിട്ടുണ്ട്: നോർസ്, ഗ്രീക്ക്, ജർമ്മൻ, ലാറ്റിൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന വേർഡ് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്, ലാറ്റിൻ. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷ്യോ എന്ന് പറയുന്ന TRANSLATIO, ട്രാൻസ്ലേഷ്യോ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ്, ലാറ്റിൻ വേർഡ് ആണത്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷ്യോ എന്നാണ് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ fourth option is the correct answer. Next one, the term translation studies. Translation studies എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. Was put forward by Andrew Lefevre, then Susan Bassnett, Walter Benjamin, James Holmes. അപ്പൊ ഇതില് കറക്റ്റ് ആൻസർ ഏതാന്ന് ചൂസ് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ? ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ആദ്യമായിട്ട് ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്, ജെയിംസ് ഹോംസ്. ജെയിംസ് ഹോംസ് ആണ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. സിലബസിൽ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്നുള്ളൊരു മെയിൻ ടോപ്പിക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, ഡിസ്റ്റോപ്പിയൻ ഫിക്ഷൻ, സയൻസ് ഫിക്ഷൻ, ഇപ്പോൾ ചില വർക്ക്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചും കൂടെ എന്താ പറയുക ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റും കൂടെ മുന്നോട്ട് വയ്ക്കുന്ന ചില വർക്ക്സ് റീസെന്റ് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് ട്രെൻഡ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ റീസെന്റ് ട്രെൻഡ്സ് ഏതൊക്കെയാണെന്നും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിലേക്കും കൂടെ നിങ്ങൾക്ക് മൂവ് ചെയ്ത് ആ ഒരു മേഖല കൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. സോ ജെയിംസ് ഹോംസ് ഈസ് കറക്റ്റ് ആൻസർ ഹിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സെഡ് പോയട്രി ഈസ് വാട്ട് ഗെറ്റ്സ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ? ട്രാൻസ്ലേഷനിൽ ഇല്ലാതാക്കപ്പെടുന്ന ഒന്നാണ് പോയട്രി എന്നുള്ള ഒരു കോട്ട് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വില്യം വേർഡ്സ്വർത്ത്, ജോൺ ഡ്രൈഡൻ, T.S. എലിയട്ട്, റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പൊ ആരാണ് ഈ ഒരു
ഈ ഒരു വരി പോയട്രി ഈസ് വാട്ട് ഗെറ്റ്സ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്നുള്ളത് പറഞ്ഞതെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ ദ ആൻസർ ഹിയർ ഇസ് റോബർട്ട് ഫ്രോസ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ. ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. റോബർട്ട് ഫ്രോസ്റ്റ് ആണ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഇല്ലാതാക്കപ്പെടുന്ന അല്ലെങ്കിൽ നശിക്കപ്പെടുന്ന ഒന്നാണ്, നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് പോയട്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാര് ഈ ട്രാൻസ്ലേഷൻ എതിർത്തപ്പോൾ ഒരു വിഭാഗം ആൾക്കാര് അതൊരു പാഷനായിട്ടോ അല്ലെങ്കിൽ ഡെഡിക്കേഷനുമായിട്ടൊക്കെ ഏറ്റെടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ചാൾസ് സിമിക് എന്ന് പറയുന്ന ക്രിട്ടിക്കൊക്കെ ഈ ട്രാൻസ്ലേഷൻ ഒരു കൈൻഡ് ഓഫ് പാഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ട്രാൻസ്ലേറ്റർ ചെയ്യുന്ന ഒരു ഡെഡിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. സോ ഈ രണ്ട് ലൈക് ഡിഫറെന്റ് മേഖലകളും നിങ്ങളൊന്ന് പരിശോധിക്കുക എന്നത്. ഈ രണ്ട് മേഖലകളിലും പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്സിനെയും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇന്ത്യൻ ഡയമെൻഷൻസ്. കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇന്ത്യൻ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതിയിട്ടുള്ള ഓഥർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. EV രാമകൃഷ്ണൻ, അവധേഷ് കുമാർ സിംഗ്, സ്വപൻ മജുംദാർ, അമിയ ദേവ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? തേർഡ് ഓപ്ഷൻ ആണ്, സ്വപൻ മജുംദാർ. സ്വപൻ മജുംദാർ റൈറ്റർ ആയിട്ടുള്ള ഒരു വർക്കാണ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇന്ത്യൻ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. സോ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിന്റെ ഒരു ഫീൽഡിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ദ എസ്സേ ദ ടാസ്ക് ഓഫ് ദ ട്രാൻസ്ലേറ്റർ. ദ ടാസ്ക് ഓഫ് ദ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന എസ്സേ എഴുതിയിട്ടുള്ള റൈറ്റർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വാൾട്ടർ ബെഞ്ചമിൻ, റോമൻ ജേക്കബ്സൺ, എൻജിൻ നിദ, സൂസൻ ബാസ്നെറ്റ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് വാൾട്ടർ ബെഞ്ചമിൻ ആണ്, ദ ടാസ്ക് ഓഫ് ദ ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഇപ്പൊ തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 4-5 ക്വസ്റ്റ്യൻസ് തന്നെ ഈ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു ഇയറിലും 2024 PG CUET ഇംഗ്ലീഷ് എക്സാമിനും നമുക്ക് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ നിന്ന് പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു എമൗണ്ട്. സോ വാൾട്ടർ ബെഞ്ചമിൻ ഈസ് ദ ആൻസർ ഹിയർ. He wrote the essay, The Task of the Translator. So next question. The concept of hyperreality. Hyperreality എന്ന് പറയുന്ന കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്ത റൈറ്റർ അല്ലെങ്കിൽ ക്രിട്ടിക് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലൂക്കാക്സ്, ലാക്കൺ, ബോഡ്രിലാർഡ്, ബാസ്നെറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബോഡ്രിലാർഡ് ആണ്, അഥവാ ജീൻ ബോഡ്രിലാർഡ്. ജീൻ ബോഡ്രിലാർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹമാണ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഫിലോസഫർ ആണ്. അപ്പോ ഈ ഹൈപ്പർ റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത് എന്താണ് എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ്, ഫ്രഞ്ച് ഫിലോസഫേഴ്സ്, ഇവരൊക്കെ എന്ത് തരത്തിലുള്ള കോൺസെപ്റ്റ്സ് ആണ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ദാറ്റ് മീൻസ് വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ for which of the following books did V.S. Naipaul got the Booker Prize? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ബുക്ക് എഴുതിയതിനാലാണ് അദ്ദേഹത്തിന് V.S. നായ്പോളിന് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവാർഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ധാരാളം. അപ്പൊ ആ ഒരു ഫീൽഡ് നിർബന്ധമായിട്ടും നിങ്ങൾ പ്രത്യേക ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ V.S. നായ്പോളിന് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള ഏത് വർക്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. Half a Life, A House for Mr. Bishwas, A Bend in the River, In a Free State. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ 4 ആണ്, In a Free State, which was published in the year 1971. 1971 പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് In a Free State എന്ന് പറയുന്നത്. അത് ബുക്കർ പ്രൈസിന് വിന്നർ ആയിട്ടുള്ള ഒരു വർക്ക് കൂടിയാണ്. V.S. നായ്പോൾ is a writer. So next question. In which of the following do animals speak as humans to demonstrate a useful tool? അതായത്
എന്തെങ്കിലും ഒരു യൂണിവേഴ്സൽ ട്രൂത്തോ അല്ലെങ്കിൽ യൂസ്ഫുൾ ട്രൂത്തോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് മനുഷ്യരുടെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ആനിമൽസ് സംസാരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ, ഈ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു നരേഷൻ കാണാൻ കഴിയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ജോൺർ ഓഫ് റൈറ്റിംഗിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഫേബിൾ, പ്ലേ, ഫോക്ക് ടെയിൽ, സയൻസ് ഫിക്ഷൻ. ഇപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെറുതിലെ മുതലേ അങ്ങനെയുള്ള ചില ജോൺർ ഓഫ് റൈറ്റിംഗ്സ് വായിച്ചവരാണ്. സോ ഫേബിൾ ഇസ് എ റൈറ്റ് ആൻസർ ഹിയർ. ഫേബിൾ എന്നുള്ളതാണ്. പഞ്ചതന്ത്ര പോലുള്ള ലൈക്ക് പഞ്ചതന്ത്ര is an example for, is the best example for a fable എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആനിമൽസ് ഹ്യൂമൻസിന്റെ ആ ഒരു സ്ഥാനത്തിൽ നിന്ന് യൂസ്ഫുൾ ട്രൂത്ത് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു രീതിയിൽ പോർട്രേ ചെയ്യുന്ന ഒരു നരേഷൻ, അതാണ് ഫേബിൾ എന്ന് പറയുന്നത്. സോ ലിറ്റററി ജോണേഴ്സ് ഏതൊക്കെയാണ്, അപ്പൊ എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഏതൊക്കെ ജോണേഴ്സ്, ഏതൊക്കെ ലിറ്റററി ജോണേഴ്സ്, ഏതൊക്കെ മെയിൻ ജോണേഴ്സിന്റെ കീഴിൽ ഏതൊക്കെ സബ് ജോണേഴ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽദൂംസ് റൊമാൻ എന്ന് പറയുന്നത് നോവൽ എന്ന് പറയുന്ന ഒരു മെയിൻ ജോണറിന്റെ സബ് ജോണറായിട്ട് വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് നോവൽസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ നോവൽസ്, സയൻസ് ഫിക്ഷൻ നോവൽസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് നോവൽസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, പോപ്പുലർ റൈറ്റേഴ്സ് ആരാണെന്ന് നോക്കുക, ഏതൊക്കെ വർക്ക്സ് ആണ് ആ ഒരു പ്രത്യേക ജോണറിൽ പോപ്പുലർ ആയിട്ടുള്ളത് എന്ന് നോക്കുക. ദെൻ the year in which those works were published എന്നുള്ളതും കൂടെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 എ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഡെത്ത് ഓഫ് ദ ഓഥർ, a room of one's own, B option. Then course in general linguistics, what is an author? ഇത്രയും വർക്ക്സ് അല്ലെങ്കിൽ ഇത്രയും എസ്സേസ് ആണ് ആക്ച്വലി ഇതിന്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സോ ഫെർഡിനൻഡ് ഡെ സഷർ, മൈക്കൽ ഫോക്കോൾട്ട് ആണ്. ദെൻ റോളണ്ട് ബാർട്സ്, വെർജീനിയ വൂൾഫ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനുമായിട്ട് സെക്കൻഡ് ഓപ്ഷൻ കണക്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓപ്ഷൻ ദ ഡെത്ത് ഓഫ് ദ ഓഥറിന്റെ റൈറ്റർ അല്ലെങ്കിൽ ഓഥർ എന്ന് പറയുന്നത് റോളണ്ട് ബാർട്സ് ആണ്. തേർഡ് ഓപ്ഷൻ ദ ഡെത്ത് ഓഫ് ദ ഓഥർ, റോളണ്ട് ബാർട്സ്. അതായത് ഇതിലൂടെ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് ദ ഓഥർ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ലിറ്റററി ക്രിറ്റിസിസത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് റോളണ്ട് ബാർട്സിന്റെ. ഒരു ഓഥറിന്റെ ഡെത്ത് ആണ് അല്ലെങ്കിൽ ഡെത്തിലൂടെയാണ് ശരിക്കുമുള്ള റീഡിങ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ദ ഡെത്ത് ഓഫ് ദ ഓഥർ, റോളണ്ട് ബാർട്സിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ്. A room of one's own, a room of one's own എഴുതിയിട്ടുള്ളത് വെർജീനിയ വൂൾഫ് ആണ്. ബി ഫോർത്ത് ഓപ്ഷൻ. ദെൻ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. കേൾക്കുമ്പോൾ തന്നെ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഫീൽഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സഷറിനെയാണ് ഓർമ്മ വരുന്നത്, ഫെർഡിനൻഡ് ഡെ സഷർ. ദെൻ വാട്ട് ഈസ് ആൻ ഓഥർ, മൈക്കൽ ഫോക്കോൾട്ടിന്റെ ഒരു വർക്കാണ്. ദെൻ അപ്പോ ദ ഡെത്ത് ഓഫ് ദ ഓഥർ റോളണ്ട് ബാർട്സ് ആണ് എഴുതിയിട്ടുള്ളത്. A3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ദെൻ എ റൂം ഓഫ് വൺസ് ഓൺ എഴുതിയിട്ടുള്ളത് വെർജീനിയ വൂൾഫ് ആണ്. B4 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം A3, B4, C1, D2 എന്ന് പറയുന്ന കറക്റ്റ് ഓപ്ഷൻസിന്റെ സെറ്റ് ഉള്ളത് സെക്കൻഡ് ഓപ്ഷനിലാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ ഹിയർ. ഓക്കെ, സോ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത സ്ലൈഡിൽ 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പോയട്രി അക്കോർഡിംഗ് ടു പ്ലേറ്റോ ഇസ് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അപ്പൊ പ്ലേറ്റോയുടെ ഒരു അഭിപ്രായം അനുസരിച്ച് പോയട്രി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, റിയാലിറ്റിയിൽ നിന്ന് ത്രൈസ് റിമൂവ്ഡ് ആണ് പോയട്രി എന്നാണ് പ്ലേറ്റോ അവകാശപ്പെടുന്നത് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് പോയട്രി അക്കോർഡിംഗ് ടു പ്ലേറ്റോ ഇസ് എ മദർ ഓഫ് ഓൾ ലൈസ്. പ്ലേറ്റോ പറയുന്നത് എല്ലാ
ലൈസിന്റെയും മദറാണ്. ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ഈ പോയട്രി എന്നുള്ളതാണ്. ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു എൻറ്റിറ്റി ആണ് പോയട്രി എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് ഫോൾസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. പ്ലേറ്റോ പറയുന്നത് ഇറ്റ് ഇസ് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, ഇറ്റ് ഇസ് ദ മദർ ഓഫ് ഓൾ ലൈസ് എന്നുള്ളത് കറക്റ്റ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡിഫൈൻഡ് പോയട്രി ആസ് ദ സ്പീക്കിംഗ് പിക്ചർ? ആരാണ് പോയട്രി സ്പീക്കിംഗ് പിക്ചർ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സർ ഫിലിപ്പ് സിഡ്നി, PB ഷെല്ലി, മാത്യു ആർണോൾഡ്, TS ഇലിയറ്റ്. അപ്പൊ ഇതില് കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ സർ ഫിലിപ്പ് സിഡ്നി. ഫിലിപ്പ് സിഡ്നി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ആൻ അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന വർക്കിലാണ് ഇത് ഇത്തരത്തിൽ പോയട്രി അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പോയട്രി ഇസ് ദ സ്പീക്കിംഗ് പിക്ചർ എന്ന് അദ്ദേഹം പറയുന്നത് ആൻ അപ്പോളജി ഫോർ പോയട്രിയിലാണ്. സർ ഫിലിപ്പ് സിഡ്നി. So next question, who pioneered the touchstone method of literary criticism? അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു മെയിൻ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഡിഫറെന്റ് കോൺസെപ്റ്റ്സുകൾ ഉണ്ട്. ഈ കോൺസെപ്റ്റ്സിൽ തന്നെ പ്രധാനപ്പെട്ട ഓഥേഴ്സ്, പ്രധാനപ്പെട്ട എസ്സേസ് ഉണ്ട്. ഈ എസ്സേസ് എഴുതിയിട്ടുള്ള റൈറ്റേഴ്സ് ആരാണ്? ഈ എസ്സേസിനുള്ളിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് കുറച്ച് കോൺസെപ്റ്റ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തിയറീസ്, ലിറ്റററി തിയറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ തിയറീസിന്റെ മെയിൻ ടൈറ്റിൽസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. എന്താണ് കോൺസെപ്റ്റ് അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നോക്കുക. ആ ടൈറ്റിൽസും ഈ ഓതേഴ്സും തമ്മിൽ ആ ഒരു കണക്ഷനിൽ തന്നെ പഠിക്കുക. അപ്പൊ ടച്ച് ടേൺ മെത്തേഡ് ആരാണ് അതിൽ പയനിയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സാമുവൽ ടൈലർ കോൾഡ്രിഡ്ജ്, that is S.T. Coleridge, then Matthew Arnold, William Hazlitt, Walter Pater. So ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മാത്യു അർണോൾഡ് ആണ്. മാത്യു അർണോൾഡ് ആണ് ടച്ച് സ്റ്റോൺ മെത്തേഡിന് പയനിയർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following poem reflects John Donne's famous conceit bringing a parallel between lovers and hands of a compass? അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് പോയമാണ് ജോൺ ഡണ്ണിന്റെ വളരെ ഫേമസ് കൺസീറ്റ് അല്ലെ? കൺസീറ്റ് എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്, ഒരു ലിറ്റററി ഡിവൈസ് ആണ്. എന്തിനുപയോഗിക്കുന്നു അത് ഞാൻ പറയാം. ലൈക്ക് ഇവിടുത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ബ്രിങ്ങിങ് എ പാരലൽ ബിറ്റ്വീൻ ലവേഴ്സ് ആൻഡ് ഹാൻഡ്സ് ഓഫ് എ കോമ്പസ്, ദാറ്റ് ഇസ് ലെഗ്സ് ഓഫ് എ കോമ്പസ് എന്നാണ് പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കോമ്പസിന്റെ രണ്ട് കാലുകളുമായിട്ട് ഒരു ജോഡി അല്ലെ ലവേഴ്സിന്റെ പ്രണയത്തെ അദ്ദേഹം കമ്പയർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അതുമായിട്ട് കൺസീറ്റ് എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ഒരു പോയറ്റിക് ഡിവൈസ് വെച്ചിട്ട് അദ്ദേഹം പോയത്തിന്റെ മാറ്റം ഒന്നും കൂടെ കൂട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ദ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, ദ കാനനൈസേഷൻ, ദ സൺ റൈസിംഗ്, എ വാലിഡിക്ഷൻ ഫോർബിഡിങ് വീപ്പിംഗ്. അപ്പോൾ ഇതെല്ലാം ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാം. അപ്പൊ ജോൺ ഡൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നതിലും കൺസീറ്റ്സ് യൂസ് ചെയ്യുന്നതിലും പാരഡോക്സ് യൂസ് ചെയ്യുന്നതിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോയറ്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് എ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്നുള്ളതാണ്. അദ്ദേഹം ഈ പോയത്തിൽ പറയുന്നത് തന്റെ പ്രണയിനിക്ക് അല്ലെങ്കിൽ തന്റെ ബിലവഡിന് അദ്ദേഹം എഴുതുന്ന ഒരു പോയമായിട്ടാണ് ആ പോയത്തിന്റെ നരേഷൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കോമ്പസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരു കോമ്പസിന്റെ രണ്ട് കാലുകൾ പോലെ ആയിരിക്കണം നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ, നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. അതായത് കോമ്പസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? രണ്ട് കാലുകളിൽ ഒന്ന് സ്റ്റിഫായിട്ട് സെന്ററിൽ നമ്മൾ വച്ചിട്ടുണ്ടാവും, മറ്റൊന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഈ സെന്റർ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഈ ഒരു ലെഗിനെ ചുറ്റിപ്പറ്റി ഇതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ മറ്റേ രണ്ടാമത്തെ ലെഗ് ഉണ്ടാവുക. അപ്പൊ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ലെഗായിട്ട് ഞാനും, അതായത് പോയറ്റും
ആ സ്റ്റിഫായിട്ട് നിൽക്കുന്ന കോമ്പസിന്റെ ലെഗായിട്ട് തന്റെ ബിലവഡിനെയും അദ്ദേഹം കമ്പയർ ചെയ്യണം. അങ്ങനെയുള്ളൊരു റിലേഷൻ ആയിരിക്കണം നമ്മൾ തമ്മിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു കൺസീറ്റിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോയം. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു അസേർഷനും ഒരു റീസണുമാണ്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അസേർഷൻ എന്താണ്? The introduction of English in India was primarily for the benefit and consolidation of British power. ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പവറിന്റെ കൺസോളിഡേഷനും അല്ലെങ്കിൽ അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടായിരുന്നു, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ഒരു അസേർഷൻ ആണ് ഇവിടെ ആദ്യമായിട്ട് ക്വസ്റ്റ്യനിലുള്ളത്. രണ്ടാമത്തെ അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് caters to the social and economic aspirations of the emerging middle class and the urban elites in India. അതിന് കാരണമായിട്ട് റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇംഗ്ലീഷ് caters to the social and economic aspirations of the emerging middle class. മിഡിൽ ക്ലാസ്സിൽ നിന്ന് ആസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് കാറ്റർ ചെയ്യുന്ന സോഷ്യൽ, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, മിഡിൽ ക്ലാസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കാറ്റർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇംഗ്ലീഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിനും അർബൻ എലൈറ്റ്സ് ഇൻ ഇന്ത്യ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ഒരു എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇംഗ്ലീഷ് എന്നാണ് റീസണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ താഴത്തെ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? എയും ആറും കറക്റ്റ് ആണ്. 6 എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പൊ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ കൊടുത്തിട്ടുള്ളത് എന്താ? ഇന്ത്യയിലേക്കുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവരുടെ പവറിനും അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളത് ആണ് എന്നുള്ളതാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്താ? മിഡിൽ ക്ലാസിന്റെയും അർബൻ എലൈറ്റ്സിന്റെയും ആസ്പിറേഷൻ, അവരുടെ ഒരു എക്കണോമിക് സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് കാറ്റർ ചെയ്യുന്ന ഒരു കാരണം, അതിന്റെ റീസൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ കോളനീസ് സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തത് അവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഇവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ എമർജൻസിനോ അവരുടെ ലൈക്ക് അപ്ലിഫ്റ്റ്മെന്റിനോ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആൻഡ് ആർ ആർ കറക്റ്റ്. 6 കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ തീർച്ചയായിട്ടും മിഡിൽ ക്ലാസിന്റെയും അർബൻ എലൈറ്റ്സിന്റെയും ഒക്കെ സോഷ്യൽ എക്കണോമിക് ആസ്പിറേഷൻസിന് ഒരുപാട് സഹായം ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ ഈ എയുടെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് ആർ എന്ന് പറയുന്ന റീസണിനെ നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the term negative capability was introduced by who? നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റി ആരാണ് അല്ലെങ്കിൽ റൈറ്റർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാമുവൽ ടൈലർ കോൾറിഡ്ജ്, ജോൺ കീറ്റ്സ്, സാമുവൽ ജോൺസൺ, T.S. Eliot. ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ലൈക്ക് ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിലുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പറയുന്നത്. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജോൺ കീറ്റ്സ് ആണ്. ജോൺ കീറ്റ്സ് is the one who introduced the term negative capability. So next question ലേക്ക് പോകാം. Okay. Simulacrum signifies his modern culture replaces what modern culture replaces reality with എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമുലാക്രം എന്ന് പറയുന്ന ഒരു ടേം എടുക്കാം. സിമുലാക്രം എന്ന് പറയുന്നത് മോഡേൺ കൾച്ചർ റീപ്ലേസ് ചെയ്യുന്ന എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മെഷീൻസ്, ഇമേജസ്, ആർട്ടിഫാക്ട്സ്, നൺ ഓഫ് ദം. ഇവിടെ സിമുലാക്രം
സിമുലാക്ര എന്നിങ്ങനെയുള്ള കുറച്ച് ടേംസ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓരോ കാലഘട്ടത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ കോൺസെപ്റ്റ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇമേജസ് ആണ്. സിമുലാക്രം സിഗ്നിഫൈസ് വാട്ട് മോഡേൺ കൾച്ചർ റീപ്ലേസസ് റിയാലിറ്റി വിത്ത് ഇമേജസ് എന്നുള്ളതാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് വാസ് റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ്? ബ്ലാങ്ക് വേഴ്സിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്ലേസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഐ മീൻ ഒറ്റ ആൻസർ നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ചെയ്തിരുന്നു. ദ കാസിൽ ഓഫ് പെർസിയവറൻസ്, ഗാമ ഗേർട്ടൻസ് നീഡിൽ, റാൽഫ് റോയ്സ്റ്റ് ഡോയ്സ്റ്റ്, ഗോബഡക്. അപ്പോ ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിൽ ബ്ലാങ്ക് വേഴ്സിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്ലേ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? ഇത് നമ്മൾ മുന്നേ ആൻസർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ അതിൽ മെൻഷനും ചെയ്തിരുന്നു. ഗോബഡക് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ബ്ലാങ്ക് വേഴ്സിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പ്ലേ ആണ് ഗോബഡക്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി. ഇവിടെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, തേർഡ് ഓപ്ഷൻ, റാൽഫ് റോയ്സ്റ്റ് ഡോയ്സ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി ഏതാണെന്ന് നമ്മൾ പഠിച്ചതാ ഗോബഡക്. സാക്വിലിയും നോർട്ടണും കൊളാബറേറ്റ് ചെയ്ത് എഴുതിയ വർക്കാണ് ഗോബഡക്. തോമസ് സാക്വിലിയും നോർട്ടണും എഴുതിയിട്ടുള്ളത്. അപ്പൊ റാൽഫ് റോയ്സ്റ്റ് ഡോയ്സ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംഗ്ലീഷ് കോമഡിയാണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി, ഫസ്റ്റ് ഇംഗ്ലീഷ് കോമഡി എന്ന് പറയുന്നത് ഈ റാൽഫ് റോയ്സ്റ്റ് ഡോയ്സ്റ്റർ ആണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a text according to Roland Barthes, BRTHES എന്നുള്ളതാണ് correct spelling. A text according to Roland Barthes is a methodological, a physical book, a work, all of the above. ഇപ്പൊ റോളണ്ട് ബാർത്തസിന്റെ അഭിപ്രായ പ്രകാരം ഒരു ടെക്സ്റ്റ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് a work. ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വർക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അക്കോർഡിംഗ് ടു ജൂഡിത്ത് ബട്ട്ലർ, ജെൻഡർ ഐഡന്റിറ്റി ഈസ്. ഇപ്പൊ ജെൻഡർ സ്റ്റഡീസിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നെയിമാണ് ജൂഡിത്ത് ബട്ട്ലറിൻ്റെത്. അപ്പൊ ജൂഡിത്ത് ബട്ട്ലറിന്റെ അഭിപ്രായ പ്രകാരം ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ്? ബയോളജിക്കൽ ആണോ, പെർഫോമേറ്റീവ് ആണോ, സോഷ്യൽ ആണോ, മോറൽ ആസ്പെക്ട്സിലുള്ളതാണ്? ഏത് ആസ്പെക്റ്റിൽ പെടുന്നതാണ് ഈ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ജൂഡിത്ത് ബട്ട്ലർ, ജെൻഡർ ഐഡന്റിറ്റി ഈസ് പെർഫോമേറ്റീവ്. പെർഫോമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നോഷൻ കൈകാര്യം ചെയ്യുന്ന ആ നോഷനുള്ള ഒരു കാര്യമാണ് ജെൻഡർ ഐഡന്റിറ്റി എന്നാണ് ജൂഡിത്ത് ബട്ട്ലർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള ഒരു ഫീൽഡും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. In which of the following works was the concept of gynocriticism introduced? ഞാൻ പറഞ്ഞ പോലെ തന്നെ ജെൻഡർ സ്റ്റഡീസ്, gynocriticism, ഫെമിനിസം, ലെസ്ബിയൻ തിയറി, ക്യൂർ തിയറി, ഇങ്ങനെയുള്ള ഫീൽഡിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സും അവരുടെ എസ്സേസോ വർക്ക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്ത് വയ്ക്കുക. Now, which of the following, the question here is, in which of the following works was the concept of gynocriticism introduced? എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുള്ളത് സെക്ഷുവൽ പൊളിറ്റിക്സ്, a literature of their own, the female unit, the second sex. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ഈ ജെൻഡർ സ്റ്റഡീസിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രൈമറി ടെക്സ്റ്റ് ബുക്സ് ആണ് ഈ സെക്ഷുവൽ പൊളിറ്റിക്സ്, ജെൻഡർ ഓഫ് ദെയർ ഓൺ, ദ ഫീമെയിൽ യൂണിറ്റ്, ദ സെക്കൻഡ് സെക്സ്, ദ സെക്കൻഡ് സെക്സ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഗൈനോക്രിറ്റിസിസം ആദ്യമായിട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർക്കിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഓപ്ഷൻസിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പൊയറ്റിക്സ് എന്ന് പറയുന്ന ഒരു വർക്കിലാണ് നമുക്ക് ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പൊയറ്റിക്സ് എന്ന് പറയുന്ന ഒരു വർക്ക്, അത് ഈ ഓപ്ഷൻസിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോ ഇത് ഈ 2023 തന്നെ ഷിഫ്റ്റ് 3 ഒരു
എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ തന്നെ കടന്നുകൂടിയ ഒരു തെറ്റായിരിക്കണം. ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പൊയറ്റിക്സ് എന്ന് പറയുന്ന ഒരു വർക്കിലാണ്. 1979 അത് പബ്ലിഷ്ഡ് ആവുന്നത്. 1979 ആ ഒരു വർക്കിന്റെ ടൈറ്റിൽ ഈ 4 ഓപ്ഷൻസിനും ഇല്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ക്വസ്റ്റ്യനിൽ വന്നാൽ തന്നെ പിന്നീട് ഉള്ള പ്രോസസ്സിൽ ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കൺസിഡർ ചെയ്യത്തില്ല അവര്, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് അവര് കൈകാര്യം ചെയ്യും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ നോർത്രോപ്പ് ഫ്രൈസ് 3 കറന്റ് പാറ്റേൺസ് ഓഫ് സിംബലിസം ഇൻ ലിറ്ററേച്ചർ? നോർത്രോപ്പ് ഫ്രൈ വളരെ പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ക്രിട്ടിക്കാണ്. അദ്ദേഹത്തിന്റെ സിംബോളിസം ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നതിന്റെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്ത 3 കറന്റ് പാറ്റേൺസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോകാലിപ്റ്റിക്, ഡെമോണിക്, അനലോജിക്കൽ, ഡെമോണിക് ട്രാജിക്, കോമിക് അപ്പോകാലിപ്റ്റിക് റൊമാൻറ്റിക്, ട്രാജിക് കോമിക് റൊമാൻറ്റിക്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ട്രാജിക് കോമിക് റൊമാൻറ്റിക് എന്നുള്ളതാണ്. ട്രാജിക് കോമിക് റൊമാൻറ്റിക് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പ്രൊവൈഡ് ചെയ്ത അനുസരിച്ച് 3 കറന്റ് പാറ്റേൺസ് ഓഫ് സിംബോളിസം. അപ്പോൾ സിംബോളിസം എന്താണെന്നും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സിംബോളിസത്തിനെ ഫേവർ ചെയ്ത റൈറ്റേഴ്സ്, ക്രിട്ടിക്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നോർത്രോപ്പ് ഫ്രൈ പോലുള്ള ആൾക്കാർ ചില സർട്ടൺ കോൺസെപ്റ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ട്രാജിക്, കോമിക്, റൊമാൻറ്റിക് എന്നൊക്കെ പറയുന്ന പാറ്റേൺസ് നമുക്ക് സിംബലിസത്തിൽ അപ്ലൈ ചെയ്യേണ്ട രീതിയെ കുറിച്ചൊക്കെ നോർത്രോപ്പ് ഫ്രൈ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അരിസ്റ്റോട്ടിൽ ഡിക്ലെയർഡ് ദാറ്റ് പ്ലോട്ട് ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ, മോസ്റ്റ് യൂസ്ഫുൾ, സോൾ ഓഫ് ദ ട്രാജഡി നോൺ എസെൻഷ്യൽ. അപ്പോൾ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ദെൻ അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് 6 എലമെന്റ്സ് ഓഫ് ട്രാജഡി എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. 6 എലമെന്റ്സ് ഓഫ് ട്രാജഡിയിൽ പെടുന്ന ഒന്നാണ് ഈ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ പ്ലോട്ട് ഒരു ട്രാജഡിയിലെ അല്ലെങ്കിൽ ഒരു പ്ലേയിലെ എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഇപ്പൊ മോസ്റ്റ് എസെൻഷ്യൽ, മോസ്റ്റ് യൂസ്ഫുൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇറ്റ് ഇസ് എ സോൾ ഓഫ് ദ ട്രാജഡി. 3rd ഓപ്ഷൻ, പ്ലോട്ട് ഇസ് എ സോൾ ഓഫ് ദ ട്രാജഡി. ഒരു ട്രാജഡിയുടെ ആത്മാവ് എന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റിയ ഒരു ഘടകമാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. സോ അരിസ്റ്റോട്ടിൽ ഡിക്ലെയർഡ് ദാറ്റ് പ്ലോട്ട് ഇസ് എ സോൾ ഓഫ് ദ ട്രാജഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഹു പ്രൈസ്ഡ് ഡ്രൈഡൻ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം? ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിന്റെ ഫാദർ ആയിട്ട് ഡ്രൈഡനെ പ്രൈസ് ചെയ്ത മറ്റൊരു വ്യക്തി ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. T.S. Eliot, ഡോക്ടർ സാമുവൽ ജോൺസൺ, സ്കോട്ട് ജെയിംസ്, ആറ്റ്കിൻസ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. 2nd ഓപ്ഷൻ ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. ഡോക്ടർ സാമുവൽ ജോൺസൺ is the one who praised Dryden as the father of English criticism. ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിന്റെ പിതാവെന്ന് ഡ്രൈഡനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ തീം ഓഫ് പോയട്രി ഫോർ വേർഡ്സ്വർത്ത്? അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു റൊമാൻറ്റിക് പോയറ്റ് ആണ് വേർഡ്സ്വർത്ത്. റൊമാൻറ്റിക് പീരീഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയറ്റ് ആണ് വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിന്റെ പോയട്രിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു തീം എന്താണ്? വാട്ട് ഇസ് ദ തീം ഓഫ് പോയട്രി? വേർഡ്സ്വർത്തിന്റെ തന്നെ എന്താ പറയാ, ഈ പ്രിഫസ് ടു ലിറിക്കൽ ബാലൻസിൽ തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള എക്സെപ്റ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അതിൽ തന്നെ ഈ ഇവിടുത്തെ ക്വസ്റ്റ്യനിലെ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത് അർബൻ ലൈഫ്, റസ്റ്റിക് ലൈഫ്, നേച്ചർ, ആർട്ടിഫിഷ്യൽ ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ഒരു പോയട്രിയുടെ തീമായിട്ട് കൺസിഡർ ചെയ്തത് എന്തിനെയാണ്? ഇവിടെ കറക്റ്റ് ആൻസർ നേച്ചർ ആണ്. 3rd ഓപ്ഷൻ എന്ന് പറയുന്നത് നേച്ചർ ആണ്. നമുക്ക് റസ്റ്റിക് ലൈഫ്, അർബൻ ലൈഫ്, ആർട്ടിഫിഷ്യൽ ലൈഫ് എന്നിങ്ങനെ 3 കാര്യങ്ങൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അർബൻ ലൈഫും ആർട്ടിഫിഷ്യൽ ലൈഫും നമുക്ക് എങ്ങനെയായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ തന്നെ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയ 2 ഓപ്ഷൻസ് ആണ്. എന്നാൽ റസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ. കാരണം അദ്ദേഹം കൂടുതലും കൺട്രി ലൈഫിലേക്ക് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചിരുന്നു. ഈ റീഡേഴ്സിനെ പ്രേരിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പോയട്രി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിരുന്നു.
അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കവിതകളിലുമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നേച്ചറിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ നേച്ചറിനെ കൂടുതൽ എംബ്രേസ് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സോ നേച്ചർ ഇസ് എ കറക്റ്റ് ആൻസർ ഹിയർ. നേച്ചർ ഇസ് എ തീം ഓഫ് പോയട്രി ഫോർ വേർഡ്സ്വർത്ത് എന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ സെഡ് poetry is primarily an auditory system of symbols? Poetry is primarily an auditory system of symbols എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫ്രാൻസ് വാസ്, സാക്കിൾ, ബ്ലോച്ച്, വിറ്റ്നി. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. പോയട്രി ഈസ് പ്രൈമർലി ആൻ ഓഡിറ്ററി സിസ്റ്റം ഓഫ് സിംബൽസ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ 2 സാപ്പർ, എഡ്വേർഡ് സാപ്പർ ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The essay Death of the Author was written by Jacques Derrida, Roland Barthes, Claude Lévi-Strauss, Baudrillard. ഡെത്ത് ഓഫ് ദ ഓഥർ എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തതാണ്, റോളണ്ട് ബാർത്ത്സ് ആണ്. റോളണ്ട് ബാർത്ത്സ് ആണ് ഡെത്ത് ഓഫ് ദ ഓഥർ എന്ന് പറയുന്ന ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്. അപ്പൊ ലിറ്റററി ക്രിറ്റിസിസത്തിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും അതിന്റെ റൈറ്റേഴ്സും അവരുടെ എസ്സേസും അത് പബ്ലിഷ് ചെയ്ത ഇയേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്തതുമാണ്. സോ ഈ ഒരു ഇയറിലും ഇതുപോലെ തന്നെയുള്ള ഒരു ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് എസ്സേ ഓഫ് T.S. Eliot the phrase dissociation of sensibility occur? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് T.S. Eliot കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഈ ഒരു ഫ്രേസ് നമുക്ക് ഏത് എസ്സേയിലാണ് കാണാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്, ദ മെറ്റഫിസിക്കൽ പോയറ്റ്സ്, നൺ ഓഫ് ദം. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്നുള്ളതാണ്. T.S. Eliotന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ് മെറ്റഫിസിക്കൽ പോയറ്റ്സ്. അതിലാണ് നമുക്ക് ഈ ഫ്രേസ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നത്. സോ നെക്സ്റ്റ് വൺ. ജ്ഞാനപീഠ അവാർഡ് 2021-22 വാസ് ഗിവൺ ടു. അപ്പൊ 21-22 ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാണെന്ന് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആശാപൂർണ ദേവി, ദാമോദർ മോസോ, അമിതാഭ് ഘോഷ്, പ്രതിഭ റായ് എന്നുള്ളതാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ, ദാമോദർ മോസോ. അദ്ദേഹം ഒരു ഗോവ ബേസ്ഡ് റൈറ്റർ ആണ്. അപ്പോ ദാമോദർ മോസോ ആണ് 2021-22 ജ്ഞാനപീഠ അവാർഡ് റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അവാർഡ്സ് പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ റീസെന്റ് ആയിട്ട് കിട്ടിയതും ആദ്യം കിട്ടിയതും എന്നുള്ള ഒരു രീതിയിലും കൂടെ പഠിക്കുക. ദെൻ ക്രോണോളജിയിൽ പഠിക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. On the basis of your reading of the following excerpt, answer the questions that follow. ഇപ്പൊ ഈ ഒരു എക്സെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്ന് വായിക്കാം. ഞാൻ ഈ ഒരു എക്സാമ്പിൾ വായിക്കുമ്പോൾ നിങ്ങളും സ്ക്രീനിൽ തന്നിരിക്കുന്ന ആ ഒരു പാസേജ് ഞാൻ വായിക്കുന്നതിനോടൊപ്പം എൻ്റെ കൂടെ വായിച്ചു വരാനായിട്ട് ശ്രമിക്കാം. On the rack in the railway carriage, immediately opposite Clovis, was a solidly wrought traveling bag with a carefully written label on which was inscribed J.P. Huddle, the Warren Field near Slowborough. Immediately below the rack sat the human embodiment of the label, a solid, sedate individual, sedately dressed, sedately conversational, even without his conversation, which was addressed to a friend seated by his side and touched chiefly on such topic as the backwardness of Roman hyacinths and the prevalence of measles at the rectory. One could have gauged fairly accurately and temperament and mental outlook of the traveling bag's owner, but he seemed unwilling to leave anything to the imagination of a casual observer, and his talk grew presently personal and introspective. I don't know how it is, he told his friend.
I'm not much over 40, but I seem to have settled down in a deep groove of elderly middle age. My sister shows the same tendency. We like everything to be exactly in its accustomed place. We like things to happen exactly at their appointed times. We like everything to be usual, orderly, punctual, methodical to a hair's breadth or a minute. It distresses and upsets us if it is not so. For instance, to take a very trifling matter, a thrush has built its nest year after year in the catkin tree on the lawn. This year, for no obvious reason, it is building in the ivy of the garden wall. We have said very little about it, but I think we both feel that the change is unnecessary and just a little irritating. Perhaps, said the friend, it is a different thrush. We have suspected that, said JP Huddle, and I think it gives us even more cause for annoyance. We don't feel that we want a chance of thrush at our time of life, and yet, as I have said, we have scarcely reached an age when these things should make themselves seriously felt. അപ്പോൾ ഈ ഒരു എക്സെപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ മീനിങ് ഏകദേശമൊക്കെ പിടികിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതേ തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. On the basis of your reading of this excerpt, what do you think is a tone of this piece? ഈ ഒരു പീസ് ഓഫ് റൈറ്റിംഗിന്റെ റൈറ്റിംഗ് വോയിസിനെ തുടർന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ഒരു എക്സെപ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ടോൺ എന്താണ്, എന്ത് രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. മെലങ്കോളിക്, ബിറ്റർ, ഡൈഡാക്റ്റിക്, ഹ്യൂമറസ്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ആ എക്സെപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. മെലങ്കോളിക് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു സാഡ്നെസ് ഒക്കെ എംബോഡീഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ്. ഡൈഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് നമുക്ക് ടീച്ച് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് നെറേറ്റീവ്. ബിറ്റർ നമുക്കറിയാം, വളരെ വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള എന്തെങ്കിലും ബിറ്റർ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന. ഹ്യൂമറസ് നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി അറിയാം. സോ ഇവിടെ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഹ്യൂമറസ്, ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെ വായിച്ചാല് നമുക്ക് ആ ഒരു ഹ്യൂമർ ഇഫക്റ്റ് നമുക്ക് കിട്ടും. സോ ഹ്യൂമറസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. On the basis of your understanding of the passage, choose an option that can closely replace underlined words without changing their meanings. അപ്പൊ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ താഴെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ പാസേജിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആ പാസേജ് വായിച്ച് മനസ്സിലാക്കിയതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകളുടെ മീനിങ് മാറാതെ അവയെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. A sedate individual, sedately dressed, sedately conversational. അപ്പൊ സെഡേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ താഴെ അണ്ടർലൈൻ ഉണ്ട്, സെഡേറ്റ്ലി. സോ വരുന്ന ഇൻസ്റ്റൻസ് വേറെ ആണെന്നേ ഉള്ളൂ. അപ്പൊ സെഡേറ്റ് ഇൻഡിവിജ്വൽ, സെഡേറ്റ്ലി ഡ്രസ്ഡ്, സെഡേറ്റ്ലി കോൺവെർസേഷണൽ. അപ്പോ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കമ്പോസ്, ഇംപ്രസീവ്ലി, ക്വയറ്റ്ലി, ബയസ്ഡ്, ഷാബ്ലി, അൺസോഷ്യബിളി, witty, unsophisticatedly, unpleasantly, stressed, comically, erratically. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ? ഈ സെഡേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ കമ്പോസ്. അതേപോലെ തന്നെ ഇംപ്രസീവ്ലി, സെഡേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇംപ്രസീവ് ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. സെഡേറ്റ്ലി ഡ്രസ്ഡ്, വളരെ ഇംപ്രസീവ്ലി ഡ്രസ് ചെയ്തിട്ടുള്ള. സെഡേറ്റ്ലി കോൺവെർസേഷണൽ, ക്വയറ്റ്ലി കോൺവെർസേഷണൽ, അധികം ഒന്നും സംസാരിക്കാത്ത. കമ്പോസ്, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ. സെഡേറ്റ്ലി ഡ്രസ്ഡ്, സെഡേറ്റ്ലി കോൺവെർസേഷണൽ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഏതാണ്? കമ്പോസ്, ഇംപ്രസീവ്ലി, ക്വയറ്റ്ലി. സെഡേറ്റ് ഇൻഡിവിജ്വൽ, സെഡേറ്റ്ലി ഡ്രസ്ഡ്, സെഡേറ്റ്ലി കോൺവെർസേഷൻ. അപ്പൊ ഇതിനെ നമുക്ക് എന്താ പറയാ, വാക്കുകളുടെ മീനിങ് ചേഞ്ച് ആവാതെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Filling the blanks by choosing the correct option to complete the following sentence. JP Huddle,
the Warren was a dash person and the themes of his conversation were dash. The passage നോക്കാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ജോവിയൽ, സീരിയസ്, സീക്രട്ടീവ്, ഒബ്സ്ക്യൂർ, കമ്പോസ്ഡ്, ഫ്രിവലസ്, ഇൻസൊലന്റ്, ബ്രില്യന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്താ? JP ഹഡിൽ, ദ വാരൻ വാസ് എ ഡാഷ് പേഴ്സൺ ആൻഡ് ദ തീംസ് ഓഫ് ഹിസ് കോൺവെർസേഷൻ വെർ. അപ്പൊ ഇയാള് JP ഹഡിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ആൻഡ് എന്നുള്ളൊരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ തീംസ് ഓഫ് ഹിസ് കോൺവെർസേഷൻ വെർ ഡാഷ്. അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺവെർസേഷനിൽ വരുന്ന തീംസ് എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ജോവിയൽ, സീരിയസ്. ജോവിയൽ എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള. സീരിയസ്, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ അത് എന്തായാലും നമ്മുടെ ഈ ആൻസറിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് സ്യൂട്ട് ആവത്തില്ല. Was a jovial person, then themes of his conversations were serious എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റോങ് ആയി പോകും. Then secretive, obscure. സീക്രട്ടീവ് ആയിട്ടുള്ള, ഒബ്സ്ക്യൂർ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഏകദേശം സിമിലർ മീനിങ് വരുന്ന 2 വാക്കുകളാണ്. സീക്രട്ടീവ് ആയിട്ടുള്ള, വളരെ സീക്രട്ട് ആയിട്ടുള്ള, വാസ് എ സീക്രട്ടീവ് പേഴ്സൺ ആൻഡ് ദ തീംസ് ഓഫ് ഹിസ് കോൺവെർസേഷൻ വെയർ ഒബ്സ്ക്യൂർ. പെട്ടെന്ന് ആരാലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത, ഒട്ടും തന്നെ ക്ലിയർ അല്ലാത്ത എന്നുള്ളൊരു മീനിങ് വരുന്നതാണ് ഒബ്സ്ക്യൂർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ സീക്രട്ടീവ്, ഒബ്സ്ക്യൂർ ആണ്. എന്തായാലും കമ്പോസ്ഡും ഫ്രിവലസും ഓപ്പോസിറ്റ് മീനിങ് വരുന്ന 2 വേർഡ്സ് ആണ്. ഇൻസൊലന്റ്, ബ്രില്യന്റ് എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാസേജ് നോക്കാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. സീക്രട്ടീവ്, ഒബ്സ്ക്യൂർ എന്ന് പറയുന്ന 2 വാക്കുകളാണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. JP ഹഡിൽ, ദ വാരൻ വാസ് എ സീക്രട്ടീവ് പേഴ്സൺ and the themes of his conversation were obscure. Next question. Okay, next question. This was the last question. So അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഏതൊക്കെ ഫീൽഡിൽ നിന്ന് ചോദിക്കാം, ഏതൊക്കെ ഏരിയാസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. സോ അപ്പോ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ആ കാലഘട്ടം മനസ്സിലാക്കി ആ കാലഘട്ടങ്ങളിൽ പോപ്പുലർ ആയിട്ടിരുന്ന ഓതേഴ്സും വർക്ക്സും അത് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയേഴ്സും മേജർ ഫോക്കസിൽ വെച്ച് പഠിക്കുക. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സിലബസിലെ ഓരോ മെയിൻ ടോപ്പിക്സും സബ് ടോപ്പിക്സും ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എക്സാം നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് ആൻസേഴ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇനി 2024 വരുന്ന ഒരു PG CUET ഇംഗ്ലീഷ് എക്സാമിന് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഫീൽഡ്സ് കവർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ ലിസണിങ്.